നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. വെനസ്വേല, ഇപ്പോൾ ഇറാൻ, അടുത്തത് ക്യൂബയോ? അടുത്ത ലക്ഷ്യം ക്യൂബയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. ക്യൂബയിൽ ഒരു ഭരണമാറ്റത്തിനുള്ള സാഹചര്യം താൻ ഒരുക്കിയെന്നും അതിനുള്ള പദ്ധതി തനിക്കുണ്ടെന്നുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകത്ത് ഏതു രാജ്യത്തും കടന്നുകയറി സ്വന്തം താല്പര്യം നടപ്പാക്കാൻ വേണ്ടിയുള്ള ട്രംപിന്റെ നയങ്ങൾക്ക് എതിരായി നിൽക്കാൻ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നുമില്ലാത്ത ഈ ഘട്ടത്തിൽ വീണ്ടും ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷത്തിലേക്ക്, അല്ലെങ്കിൽ യുദ്ധം തുടരുന്ന അന്തരീക്ഷത്തിലേക്കാണ് ലോകം പോകുന്നത്. ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള പോരാട്ടത്തിന്, അല്ലെങ്കിൽ ക്യൂബയ്ക്ക് മേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ട് 1959 ക്യൂബയിൽ ഫിദൽ കാസ്ട്രോ ബാറ്റിസ്റ്റയെ പുറത്താക്കി അധികാരമേറിയ നാൾ മുതൽ തുടങ്ങിയതാണ്. എത്രയെങ്കിലും കാലം ക്യൂബൻ പ്രസിഡന്റ് ഫിദൽ കാസ്ട്രോയെ കൊലപ്പെടുത്താനും ഫിദൽ കാസ്ട്രോയുടെ ഭരണം അട്ടിമറിക്കാനും സിഐയുടെ നേതൃത്വത്തിൽ നടന്ന നിരവധി ശ്രമങ്ങളെ അട്ടിമറിച്ചാണ്, അതിനോട് പ്രതിരോധിച്ചാണ് ക്യൂബ എന്ന ചെറു രാജ്യം ഈ കാലമത്രയും നിലനിന്നത്. വീണ്ടും ആ ക്യൂബയ്ക്ക് മേൽ ആക്രമണം നടത്തി ലോകത്തെ യുദ്ധത്തിന്റെ ഭീതിയിലേക്ക് തള്ളിവിടുകയാണ്. ഇവിടെ തടയേണ്ട ഐക്യരാഷ്ട്രസഭ നിൽക്കുന്നതോ ഗ്യാലറിയിൽ ഗ്യാലറിയിൽ നിന്ന് കളി കാണുന്ന കാണിയുടെ റോളിലാണ്. വല്ലപ്പോഴും ഒരിക്കൽ വന്ന് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഒരു അഭ്യർത്ഥന പുറത്തേക്ക് വിടും എന്നതിനപ്പുറത്തേക്ക് കാര്യമായ ഇടപെടൽ ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ലോകം വീണ്ടും അശാന്തിയിലേക്കോ? ഈ ട്രംപിന്റെ അടുത്ത ലക്ഷ്യം ക്യൂബയോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആദ്യ പ്രേക്ഷകനായ ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, ഇറാനൊന്ന് കഴിഞ്ഞോട്ടെ, ക്യൂബയിൽ ഭരണമാറ്റത്തിനുള്ള പദ്ധതി തൻ്റെ പക്കലുണ്ട് എന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. അടുത്ത ലക്ഷ്യം ഇനി ക്യൂബയാണെന്ന ഭീഷണി മുഴക്കി കഴിഞ്ഞു. ലോകം വീണ്ടും യുദ്ധത്തിന്റെ അന്തരീക്ഷം, തുടർ യുദ്ധങ്ങളുടെ അന്തരീക്ഷത്തിലേക്ക്, അങ്ങനെ ഒരു സംഘർഷത്തിലേക്കാണോ നീങ്ങുന്നത്? നമസ്കാരം. അപ്പോ അത് അദ്ദേഹം പൂതി പറയാണ്, അതായത് ആഗ്രഹം പറയാണ്. ഈ എല്ലാം നശിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ഹോബിയാണ്. അപ്പൊ അതെ, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിന് നടക്കൂല കേട്ടോ. അത് വലിയ വലിയ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിലെ നേതാക്കളൊക്കെ ഉണ്ടായ അവിടെ പ്രചരണം നടത്തിയതും കുറെ കുരുതി കൊടുത്തതും എന്നിട്ടൊക്കെ ഉണ്ടായാണ് ക്യൂബി വേറുള്ളതൊക്കെ. ഞാൻ ഇന്നലെ പറഞ്ഞ ആ കാര്യം. ഇതിന് കമ്മ്യൂണിസ്റ്റുകാരെ ഇറങ്ങാതെ ഇരിക്കുകയാണ്. ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾ ഇനി ഇങ്ങനെ കളി കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഒന്ന് മതിയാക്കും. അയാളെ കളിയും ചിലപ്പോ ഒക്കെ അവസാനിക്കും എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നും. ശ്രീ മഹി, ഇപ്പോൾ ഇറാനിൽ യുദ്ധം അവസാനിച്ചിട്ടില്ല. അപ്പോൾ തന്നെ ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അടുത്ത ലക്ഷ്യം, ഇതൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ, തന്റെ അടുത്ത ലക്ഷ്യം ക്യൂബയാണ് എന്നുള്ളത്. വീണ്ടും ലോകത്തെ യുദ്ധത്തിലേക്ക് നയിക്കാൻ തന്നെയാണോ ട്രംപിന്റെ നീക്കങ്ങൾ? ട്രംപിന് ഒരു 10-30 അവിടെ കളി അടിക്കാൻ വന്നല്ല. അമേരിക്കക്കാരൻ ചട്ടിയില്ലാതെ ഓടിയില്ലേ? അതായത് ക്യൂബ രോമം തൊടൂല. അത് ക്യൂബ വേറെയാണ്. ശ്രീ മഹി, ക്യൂബയുടെ പണ്ടത്തെ അവസ്ഥയൊന്നും അല്ല ഇപ്പോൾ ക്യൂബയ്ക്കുള്ളത്. അമേരിക്കയ്ക്ക് പണ്ടുണ്ടായിരുന്ന അവസ്ഥയല്ല അമേരിക്കയ്ക്കുള്ളത്. അന്ന് ക്യൂബയെ സഹായിക്കാൻ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ കാണികളുടെ റോളിലേക്ക് മാറി നിൽക്കുകയാണ്. പിന്നെ ഈ ഇങ്ങനെ ഒരു വീരവാദമൊക്കെ മുഴക്കുന്നതിൽ കാര്യമുണ്ടോ? അല്ല, ചൈന ഇതിൽ ലോകത്തെ ഏറ്റവും വലിയ ശക്തി ചൈനയാണ്. പക്ഷേ ഈ ഇറാനിൽ ആക്രമിച്ചിട്ട് വെനസ്വേലയിൽ പോയി വെനസ്വേലൻ പ്രസിഡന്റ് മദുറയും ഭാര്യയും തൂക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് ചൈന എന്ത് ചെയ്തു? അല്ല, ഇവര് ഇതിനെല്ലാം പണ്ട് അമേരിക്കയോടെ നിന്ന ആളല്ലേ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്ന് തോന്നുന്നു ഈ ട്രംപിന് ഇടയ്ക്കിടയ്ക്ക് തോന്നും ഈ ചില രാജ്യത്തൊക്കെ ഇടപെടണം, അവിടെയൊക്കെ എനിക്ക് സമാധാനം ഉണ്ടാക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ ട്രംപ് അടുത്ത രാജ്യം ലക്ഷ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പ്രാന്തമായിക്കോട്ടോ, അയാളെ പിടിച്ചു കെട്ടാൻ ആരുമില്ല. അയാളിപ്പോ അടുത്ത ക്യൂബ ഇന്ത്യയിൽ പോലെയാണ്. പണ്ട് ബ്രിട്ടീഷുകാർക്കും ഡച്ചുകാർക്കും ഫ്രാൻസുകാർക്കും ഒക്കെ ഭ്രാന്ത്. അവരൊക്കെ നോക്കി മര്യാദയായി. ഇയാളെ നാട്ടിൽ ഞങ്ങളുടെ തല്ലിക്കൊല്ലുന്നതാണ് അവിടെ ഉള്ളവര് തന്നെ. എന്ത് ഭ്രാന്താണ് ചെയ്ത്? ഒരു രാജ്യത്തേക്ക് അവിടുത്തെ പരമാധികാരെ കൊല്ലുകയും ചെയ്തു. അത് പോട്ടെ, അതും പോയിട്ട് അടുത്ത രാജ്യത്തേക്ക് കയറുന്നത്. പിടിച്ചു അവിടെ നാട്ടുകാരെ, ഈ അമേരിക്കക്കാരെ തന്നെ അവനെ ഓടിച്ചു എനിക്കത്. എന്തൊരു ഏർപ്പാടാൻ നോക്കിപ്പോ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ വിജയകുമാറാണ്. ശ്രീ വിജയകുമാർ,
താങ്കൾക്ക് എന്ത് തോന്നുന്നു? ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അവിടെ സൗഹൃദപരമായ ഒരു ഭരണമാറ്റത്തിനുള്ള പദ്ധതിയൊക്കെ തൻ്റെ പക്കലുണ്ട്, അത് താൻ ഇനി നടപ്പാക്കും, ഈ ജോലി ഒന്ന് തീർത്തോട്ടെ എന്നാണ് പുള്ളി പറയുന്നത്. അയാള് വിഡ്ഢിത്തം പറയാണ്, ശരിക്കും വിഡ്ഢിയാണ് ശരിക്കും. ഒരു പൊട്ടനാണ് സത്യത്തിൽ. വെച്ചോ ട്രംപിനെ അവിടെ നിന്ന് മാറ്റാൻ മിക്കവാറും ലോകാശ്രം പതുക്കെ ചിന്തിക്കും. സോഷ്യലിസ്റ്റ് രാജ്യങ്ങളാണ് ഇതിലുണ്ടല്ലോ, അതായത് സോഷ്യലിസ്റ്റ് ചിന്താഗതിയിലുള്ള ഭരണാധികാരികളും കൂടുതലുണ്ട്. ഇപ്പൊ അടുത്ത സമയത്ത് മിക്കവാറും ഇപ്പൊ ന്യൂയോർക്കിൽ തന്നെ മേയർ ഇപ്പൊ ശരിക്കും ഇടതുപക്ഷ ചിന്താഗതിയിലുള്ള, അതുകൊണ്ട് തന്നെ ലോകത്ത് മിക്കവാറും ചിന്തിക്കാൻ ആൾക്കാർ പല ഭരണാധികാരികളും പല ആൾക്കാരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈയിടെ മിക്കവാറും മാറ്റാനുള്ള സാധ്യത, ഇപ്പോൾ വെനിസ്വേലയിലെ പ്രസിഡന്റ് അതേപോലെ തന്നെ ഈയിടെ മാറ്റാനുള്ള സ്ഥിതി വരാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചൈന, റഷ്യ അതൊക്കെ ഏറ്റവും അവരൊക്കെ കാര്യമായ കാര്യങ്ങളിലേ ഇടപെടുള്ളൂ. ഇപ്പൊ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. മിക്കവാറും ഏറ്റവും ശക്തി ഇന്നത്തെ ആയുധ റഷ്യക്കും റഷ്യക്കൊക്കെ ഇപ്പോൾ അവര് 4 ദിവസം കൊണ്ട് യുക്രൈനെ തീർക്കാന്ന് പറഞ്ഞ് പോയതാണ്. ഇപ്പോ വർഷം 3 കഴിഞ്ഞിട്ടും അവിടെ യുദ്ധമൊന്നും അവസാനിക്കുന്നില്ല. അപ്പോൾ അവർക്ക് ഇനിയൊരു മറ്റ് സ്വന്തം രാജ്യത്ത് യുദ്ധം തീർക്കാൻ കഴിയാത്ത ഒരു രാജ്യം ഇനി മറ്റൊരു രാജ്യത്ത് പോയി ഇടപെടാനൊക്കെയുള്ള ശേഷിയൊക്കെ ഉണ്ടോ? എന്തുണ്ടോ ഇപ്പൊ ഉക്രൈന്റെ പെട്ടെന്ന് ഏറ്റവും കൂടുതൽ ഏറ്റവും ശക്തമായ തിരിച്ചടി വേണ്ടാവില്ല, അല്ലെ ഉക്രൈനൊക്കെ തകർക്കാൻ ശരിക്കും പറ്റും. പക്ഷെ നമ്മൾ ആലോചിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു ചിന്താഗതി കുറച്ചെങ്കിലും ഉണ്ടാവില്ല അവർക്കൊക്കെ. ആ സമയത്ത് ചൈനയ്ക്ക് അവിടെ ജനങ്ങൾ തന്നെ പട്ടാളക്കാരാണ്, എല്ലാവർക്കും ആയത് പരിശീലനക്കാണ്. അപ്പോൾ വിയറ്റ്നാമിലൊക്കെ സംഭവിച്ചത്. അപ്പൊ ഈ പിന്നെ ട്രംപ് എനിക്ക് തോന്നുന്നത് ശരിക്കും ഒരു വെട്ടി അല്ലെങ്കിൽ പൊട്ടൻ ഒരു പാവാണെന്ന് എനിക്ക് തോന്നിയത്. ഇപ്പോഴത്തെ പ്രശ്നമൊക്കെ എന്തായാലും ഇങ്ങനെ കുറെ ചിന്തിക്കണം. പക്ഷെ അത് നടപ്പാക്കാൻ ബുദ്ധിമുട്ടാവും. മിക്കവാറും അയാളുടെ ഭരണത്തിൽ നിന്ന് മാറ്റാൻ സാധ്യത. ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഒബാമ അല്ലെങ്കിൽ എബ്രഹാം ലിങ്കൺ അതുപോലുള്ള ആൾക്കാർ മാത്രമേ നല്ല പ്രസിഡന്റുമാരുണ്ടായിരുന്നു. മറ്റൊക്കെ ഇപ്പൊ ബുഷ് പോലുള്ള ആൾക്കാർക്ക് ഏറ്റവും മോശം. വ്യക്തമാണ്. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, ഇന്നിപ്പോൾ ട്രംപിന്റെ പുതിയ ഭീഷണിയുടെ വാർത്തകളൊക്കെ പുറത്തു വരുന്നു. ഇറാൻ ഒന്ന് തീർത്താൽ ഞാൻ ഇനി ക്യൂബയിലേക്ക് കടക്കുകയാണ് എന്നൊക്കെ പറയുന്നു. എന്താണ് താങ്കളുടെ അഭിപ്രായം? നമസ്കാരം. നമസ്കാരമുണ്ട്. ഞാൻ ഇന്ത്യ വിരുദ്ധനൊന്നും അല്ല, എന്നെ പാകിസ്ഥാനിലോട്ട് പോകാനും പറയരുത്. എന്താണ് താങ്കളെ പാകിസ്ഥാൻ ഇപ്പം പറയുന്നത്? എന്റെ ആശങ്ക എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇനി എന്നാണ് ട്രംപ് ലക്ഷ്യമിട്ടിരിക്കുന്നത്, ഇതാണ് എനിക്കറിയേണ്ടത്. കാരണം ഈ തോന്നിവാസം കാണിച്ച് ഓരോരോ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട 1-2 രാജ്യങ്ങൾ ചേർന്ന് ചൈനയ്ക്ക് ഒരു ചെറിയ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തേനെ. ഇതിപ്പോ അവരെ ഒറ്റപ്പെടുത്തി ഓരോരുത്തരെയും ഇങ്ങനെ ഒറ്റപ്പെടുത്തി കൊണ്ടുവന്നാൽ ഇത് ഇന്ത്യക്ക് എന്നാണ് ഇത് ഏഴാമത്തെ. നമ്മള് ജയകുമാർ പറഞ്ഞതുപോലെ തന്നെ പറയുന്നത് ശരിയാണോന്ന് അറിയില്ല. ഇതിൽ യുദ്ധത്തിന്റെ ഒരു ശാസ്ത്രത്വം അനുസരിച്ച് നമുക്ക് ഇവിടെ ആണവായുധങ്ങളുണ്ട്. അതുകൊണ്ട് ആണവായുധങ്ങളുള്ള രാജ്യങ്ങളെ, നോർത്ത് കൊറിയയിൽ ആണവായുധമുണ്ട്, അതുകൊണ്ട് ആണവായുധമുള്ള രാജ്യങ്ങളുടെ നേരെ സാധാരണഗതിയിൽ അങ്ങനെ ആണവായുധം വെക്കുന്നത് ഒരിക്കലും ശരിയല്ല. ആണവായുധങ്ങളില്ലാതെ ആവണം ലോകത്ത് ഒരു രാജ്യത്തിൻ്റെ പക്കലും ഉണ്ടാവരുതെന്നൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. മാനവരാശിയുടെ തന്നെ ആഗ്രഹം അതാണ്. അത് എന്തെങ്കിലും ഉപയോഗിച്ചാൽ മാനവരാശിക്ക് തന്നെ വലിയ കേടാണ്. പക്ഷേ ആണവരാജ്യങ്ങൾക്ക് നേരെ ആകുമ്പോൾ ഇവർ യുദ്ധത്തിന് തയ്യാറാവില്ല. ഇപ്പോൾ ഇറാൻ്റെ പക്ഷത്ത് നിന്ന് ചിലർ പറയുന്നത് ഇറാൻ അന്ന് ഇവരൊക്കെ പറയുന്നത് കേട്ട് ആണവായുധങ്ങളെ നിർമ്മിക്കാനുള്ള അല്ലെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമത്തെ അവർ പിന്നോട്ട് വലിക്കാതെ അവർ ആണവായുധവുമായി രഹസ്യമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ, ഇന്ത്യയും അങ്ങനെയൊക്കെ രഹസ്യമായി തന്നെയാണ് മുന്നോട്ട് പോയത്, അങ്ങനെ പോയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇറാനെ അടിക്കാൻ അവർ ധൈര്യം കാണിക്കില്ലായിരുന്നു. സാറേ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. സാർ ഇപ്പൊ ഈ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സദ്ദാം ഹുസൈന് ആണവായുധം ഉണ്ടെന്ന് പറഞ്ഞാണല്ലോ ഇവർ ആക്രമിച്ചത്. സദ്ദാം ഹുസൈന് രാസായുധം ഉണ്ട് എന്ന് പറഞ്ഞാണ് ആക്രമിച്ചത്. കയ്യിൽ രാസായുധം ഉണ്ടായിരുന്നെങ്കിൽ അവർ ആക്രമിക്കില്ലായിരുന്നു. രാസായുധം ഇല്ല എന്ന് അവർക്ക് ഉറപ്പുണ്ട്. ഉണ്ട് എങ്കിൽ രാസായുധം പ്രയോഗിക്കുമെന്ന് ഭയന്ന് ആക്രമിക്കില്ല. ഉണ്ടെന്ന് പറഞ്ഞാണല്ലോ ജനങ്ങളുടെ മുമ്പിൽ ഈ സദ്ദാം ഹുസൈനെ പിടിച്ചോണ്ട് വന്ന് അയാളെ കൊല്ലുകയൊക്കെ ചെയ്തത് ഉണ്ടെന്ന് പറഞ്ഞാണല്ലോ. പിന്നെ എനിക്ക് പറയാനുള്ളത് സാറേ, ഈ മോദി ഈ ട്രംപ് കണ്ണുരുട്ടുമ്പോൾ ഇവിടെ ഇന്ത്യ പേടിക്കാൻ തുടങ്ങിയാൽ ഇതിനു മുമ്പ് ഇവിടെ പലരും ഭരിച്ചിട്ടുള്ളതാണ്. ഈ ആരെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും അമേരിക്കയുടെ ഒരു ഇതും ഇവിടെ നടക്കാൻ സാധിച്ചിട്ടില്ല. തക്ക മറുപടി പറയേണ്ടടുത്തുള്ള മറുപടി അപ്പം തന്നെ കൊടുക്കുകയും തടഞ്ഞു നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഇങ്ങനെയല്ല, പേടിച്ച് ഇങ്ങനെ എന്നാ റഷ്യ എണ്ണ വാങ്ങിക്കോ, ഇത് 2 മാസത്തേക്ക് വാങ്ങിക്കോ, 1 മാസത്തേക്ക് വാങ്ങിക്കോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളിത് ആരെയാണ് പേടിക്കുന്നത്? ഇത് എത്ര നാൾ നമ്മൾ മുമ്പോട്ട് പോകും എന്നാണ് എന്റെ ആശങ്ക സാറേ. ശരി, താങ്കളുടെ ആശങ്കയില്ലേ? യാതൊരു തെറ്റുമില്ല ശ്രീ ജയകുമാർ. ശ്രീ ശിവദാസനാണ് വാൽരാമപുരത്തുനിന്ന്. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു രാജ്യം ഇങ്ങനെ ലോകത്തെ വിവിധ രാജ്യങ്ങളെ ഭയപ്പെടുത്തി അവരെ അവിടെയെല്ലാം ഇടപെട്ട് അവിടെയെല്ലാം അവരുടെ പാവ സർക്കാരുകളെ വെക്കുന്ന ഒരു നയത്തിലേക്ക് പോകുന്നു. ഇതിനെയൊന്നും തടയാൻ ഐക്യരാഷ്ട്രസഭയ്ക്കോ അല്ലെങ്കിൽ മറ്റ് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കോ കഴിയുന്നില്ല. എന്തിന് ഇന്ത്യയോട് പോലും പറയുന്നു, ഇപ്പോൾ ഞങ്ങൾ 1 മാസത്തേക്ക് ഇളവ് തരാം, നിങ്ങൾക്ക് റഷ്യയിൽ നിന്ന് നിങ്ങൾ അവിടുത്തെ റഷ്യൻ ടാങ്കറിൽ കടലിൽ കിടക്കുന്ന ടാങ്കറിൽ നിന്ന് എണ്ണ വാങ്ങിച്ചോളൂ എന്നൊക്കെ. ഇന്ത്യ എവിടെ നിന്ന് വാങ്ങിക്കണമെന്നടക്കം ഡിക്റ്റേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് അമേരിക്ക മാറുന്നു. നമസ്കാരമുണ്ട്. നമ്മളെ ട്രംപ്
ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ലോകത്തിന്റെ അധിപനാണ് അദ്ദേഹത്തിന്റെ മോഹം. അതിമോഹം മോനെ ദിനാശാസ ഒരു ഡയലോഗ് നമ്മളെ മോഹൻലാലുണ്ട്. അതേപോലെ ബഹുമാനപ്പെട്ട അമേരിക്ക US പാർലമെന്ററി പറയണം, ലോകത്തുള്ള എല്ലാ ആണവായുധങ്ങളും നഷ്ടപ്പെടുത്തണം, എല്ലാം ഇല്ലാതാക്കണം എന്ന് ഐക്യരാഷ്ട്രസഭ കൂടിയിരുന്ന് ആലോചിച്ചിട്ട് എല്ലാവരും പറഞ്ഞ് സമ്മതിക്കുന്ന രാജ്യങ്ങൾക്ക് അതിനെ നശിപ്പിച്ചതിന് ശേഷം ഇല്ലാത്ത രാജ്യങ്ങൾക്ക് വേണ്ടി രാജ്യം ഒറ്റക്കെടുത്ത് പൊരുതാം. അണുബോംബ് നമുക്ക് ഭീഷണി തന്നെയാണ്, അത് ഒരിക്കലും മറക്കാവൂല. പിന്നെ ട്രംപ് ഒരിക്കലും ഉപദ്രവിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇതോടുകൂടി ബഹുമാനപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മനസ്സിലാക്കുന്നത്, ഇതോടുകൂടി ഇറാഖിനെ ആകാശം വഴി ആക്രമിച്ച് ഒന്നെത്തൂല, നശിച്ചാൽ പോലും കരമാർക്കം ഒന്ന് അടിച്ചു നോക്കണം. ബഹുമാനപ്പെട്ട അമേരിക്ക കൊറിയ തൊട്ട് നോക്കണം, ഒരു മിസൈൽ വിട്ട് നോക്കണം. ഈ പാവപ്പെട്ട ഈ സാമ്പത്തികമുള്ള രാജ്യങ്ങളിൽ കയറി ഈ അമേരിക്കയുടെ നുഴഞ്ഞുകയറ്റം നിർത്തിയില്ല എങ്കിൽ അമേരിക്ക ഇനി ഒരു 10 വർഷം കഴിയുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ ദാരിദ്ര്യമായി ഒരു ആഹാരത്തിന് വേണ്ടി വെള്ളത്തിന് വേണ്ടി അലയും. പണവും പ്രതാപവും സമ്പത്തിയും കാണും, പക്ഷെ അവരെ ഒരു ആഹാരത്തിനോ വെള്ളത്തിനോ ശുദ്ധമായ വെള്ളം കിട്ടൂല. ലോകത്ത് ആദ്യമാറ്റി ദുഷ്ടത്തരം കാണിച്ച രാജ്യമാണ് അമേരിക്ക. ജപ്പാനിൽ കൊണ്ട് ആറ്റം ബോംബ് അണുബോംബിട്ടത്. അത് ഈ പെരിയ പ്രശ്നം കേൾക്കണം. ഇന്നലെ എന്നെപ്പറ്റി ബഹുമാനപ്പെട്ട സുഹൃത്ത് പറഞ്ഞു, ഇത്രയും കാലം വർഷമായിട്ട് ഞാൻ തെറ്റ് സംസാരിച്ചാൽ പൊതുവേദി മനുസാറും കിരനും പ്രതികരിക്കും, അത് തെറ്റ് തിരുത്തും, അത് കറക്റ്റാ പറഞ്ഞു തരും. അല്ലാതെ ഞാൻ അത് കേൾക്കും, അത് അംഗീകരിക്കും, കളയേണ്ട കളയും. പക്ഷെ ഒരു പൊതുവേദി കൊണ്ട് പറയുന്നത് എനിക്ക് സന്തോഷമുള്ളൂ. ആ സൗകര്യം മനസ്സിലാക്കണം. ഞാൻ കറങ്ങിയ രാജ്യം അത്രയും കറങ്ങിയിരിക്കില്ല. ലോകരാജ്യങ്ങൾ കടന്ന് പയറ്റുമ്പോൾ, സൗദിയെ കടന്ന് ഇറാൻ അടിക്കുമ്പോൾ, അന്ന് ഇന്ത്യയും ചൈനയും റഷ്യയും ഒഴിച്ച് ലോകരാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അടിക്കുമ്പോൾ ഞാൻ അവിടുന്ന് 5 വർഷം, അവിടുന്ന് 3 വർഷം കഴിഞ്ഞപ്പോ 2 വർഷമായി അടി തുടങ്ങി. 5 വർഷം കിടന്ന് 2 വർഷം അടി തുടങ്ങി ഞാൻ കടന്നവനാണ്. എനിക്ക് പേടിയില്ല. ചരിത്രം മനസ്സിലാക്കരുത്. ഞാൻ പൊളിറ്റ് എഞ്ചിനീയർ അല്ല, ഞാൻ വിജിലൻസ് എഞ്ചിനീയർ അല്ല, ഞാൻ സയൻസ് എഞ്ചിനീയർ അല്ല, ഞാൻ കൂലിപ്പണിക്കാർ കാർപ്പൻ്ററാണ്. പക്ഷെ മനുഷ്യന്റെ മനസ്സാക്ഷി തൊട്ട കാര്യങ്ങളെ ഞാൻ പറയൂ. അതേ ഞാൻ പൊതുവേദി കൂടെ പറയുള്ളൂ. കാരണം ഒരു സാധാരണക്കാരെ പറയുന്ന വാക്കുകൾ പൊതുവേദി കൂടെ എടുത്തിട്ട് വലിയ ഉന്നതന്മാരും സംസാരിക്കാത്ത കാര്യങ്ങൾ പൊതുവേദിക്ക് ആൾക്കാർ പറയുന്നത്. അത് നല്ല കാര്യങ്ങൾ എടുത്ത് നിങ്ങൾ സംഭാഷണം ചെയ്യുന്നുണ്ട്. അത് ആദ്യം ഇവരെ മനസ്സിലാക്കണം. പിന്നെ അമേരിക്കയുടെ കഷ്ടകാലം, അവരിക്കും പണവും പ്രദവും വീണ്ടും പറയുന്നുണ്ടെങ്കിലും അവർ കഷ്ടകാലം. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ, ഇതെല്ലാവരും കേൾക്കണം, ആരും വെറുക്കരുത്. മാർപ്പാപ്പ, ഇന്ത്യയുടെ മാർപ്പാപ്പ ഉണ്ട്. നമുക്ക് ഇതുവരെയും ഇതിനെപ്പറ്റി അദ്ദേഹം എന്തെങ്കിലും വാക്ക് പറഞ്ഞോ? അമേരിക്കയുടെ മാർപ്പാപ്പയാണ് അത്. ഇദ്ദേഹത്തിന് ട്രംപിന്റെ വിലയാണത്. ട്രംപ് വെച്ച മാർപ്പാപ്പയാണ്. ജനങ്ങൾക്ക് വേണ്ടി വെച്ച മാർപ്പാപ്പയായിരുന്നെങ്കിൽ ഈ ഇസ്രായേൽ കാണിക്കുന്ന പോലിനും എല്ലാത്തിലും കൂട്ടിന്ന് ഈ മാർപ്പാപ്പ ഒരു നല്ല വാക്ക് പാവങ്ങൾക്ക് സന്ദേശം കൊടുത്തിട്ടുണ്ടോ? ഐക്യരാഷ്ട്രസഭ പറഞ്ഞിട്ടുണ്ടോ? ഒരു രാജ്യം മിണ്ടിയിട്ടുണ്ടോ? കാരണം ഉദ്ദേശം എന്താണ്? 60 രാജ്യങ്ങളെ കൊന്നൊടുക്കി, സമ്പന്നമായ രാജ്യങ്ങളെ കൊന്നൊടുക്കിയിട്ട് യുവമാർക്ക് അവിടെ കൈകാറാന്നോ? നടക്കില്ല. അമേരിക്ക ഇതോടെ നിർത്തിയില്ല എങ്കിൽ പ്രപഞ്ച ശക്തിയിലും ശക്തിയുണ്ട്. ആ ശക്തി അമേരിക്ക കൊടുത്ത എല്ലാം ഊരി പറ്റും. പ്ലീസ് സമയം തന്നെ ഞാൻ അടുത്ത പ്രശ്നത്തിലേക്ക് പോകണം. അതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞ മറുപടി പ്രതികരിക്കട്ടെ. ഇതോടെ നിർത്താൻ വേണ്ടി രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി കൊണ്ട് അമേരിക്ക പ്രതികരിക്കും. നിർത്തണം. അമേരിക്ക താങ്കൾ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞത് ന്യൂയോർക്കിൽ നിന്ന് പ്രദീപായിരുന്നു. പക്ഷേ പ്രദീപ് പറഞ്ഞതായിരുന്നു വസ്തുതാപരമായി പിഴവ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തോട് ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം അടുത്ത വിഷയത്തെക്കുറിച്ച് പറയും. അദ്ദേഹം അമേരിക്ക കണ്ടിട്ടുള്ളത് കൊണ്ട്, അവിടെ ജീവിക്കുന്നതുകൊണ്ട് ആയിരിക്കും ചിലപ്പോൾ അദ്ദേഹം അങ്ങനെ പറയുന്നത്. പക്ഷേ വസ്തുതാപരമായ അല്ലാത്ത കാര്യങ്ങൾ പറയേണ്ടതില്ല. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഡേവിഡ് വിജയ് ആണ് പള്ളുരുത്തിയിൽ നിന്നും. ഡേവിഡ് വിജയ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? യഥാർത്ഥത്തിൽ അമേരിക്ക ഒരു ഇറാനിൽ ഇങ്ങനെ യുദ്ധം തുടങ്ങിയിട്ട് അത് അവിടെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇറാൻ കീഴടങ്ങിയിട്ട് ഒന്നുമില്ല. ഇറാന്റെ പക്കൽ ഇപ്പോഴും അളവറ്റ ആയുധങ്ങളുണ്ട്. അത് എത്രത്തോളം ഇനി അവരെങ്ങനെ ഉപയോഗിക്കുമെന്നൊക്കെ കണ്ടറിയേണ്ട ഒന്നാണ്. അവർക്ക് ഇനി ഉപയോഗിക്കാൻ കഴിയുമോ? അതെല്ലാം കണ്ടറിയേണ്ട ഒന്നാണ്. പക്ഷേ അപ്പോൾ തന്നെ അവർ വീണ്ടും പറയുകയാണ്, അമേരിക്ക ഞങ്ങൾ ഇനി ക്യൂബയാണ് ലക്ഷ്യമിടുന്നതെന്ന്. താങ്കൾ പറഞ്ഞോളൂ ഡേവിഡ് വിജയ്, പറഞ്ഞോളൂ താങ്കൾ. അല്ല, ഈ ക്യൂബയായിട്ട് എപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രസ്താവന? ഞാൻ കേട്ടില്ല. ഇന്നത്തെ പേപ്പറിലൊന്നും കണ്ടില്ല, ന്യൂസിലും കേട്ടില്ല.
ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകളിലെല്ലാം താങ്കൾക്ക് ഇന്റർനാഷണൽ ന്യൂസ് അതാണ് രാത്രിയാകുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് ന്യൂസ് ഓൺ ചെയ്യാറുള്ളൂ. ഓക്കെ, ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസികൾ മുതൽ മാധ്യമങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ഈ ഫുട്ബോൾ ക്ലബിന്റെ ആഘോഷത്തിനിടയിലാണ് ട്രംപ് പറഞ്ഞത്, എന്റെ ജോലി ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ, ക്യൂബയിൽ ഭരണമാറ്റത്തിനുള്ള പദ്ധതി എന്റെ പക്കലുണ്ട്. അദ്ദേഹം ഓരോന്നും പറയാം, ഒന്നും നടക്കില്ല. അവിടുത്തെ കോൺഗ്രസ് ഒക്കെ അപ്രൂവ് ചെയ്യണം. ഇപ്പൊ തന്നെ കണ്ടില്ല, എക്സസ് ഡ്യൂട്ടി ചുമത്തിയില്ല പല രാജ്യങ്ങൾക്കും. എന്നാൽ സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട്. എത്രയോ $1 മില്യൺ, ഇന്ത്യ കണക്കിൽ അത് വായിക്കാൻ തന്നെ പറ്റുന്നില്ല, എത്ര $0 അത് മുഴുവൻ അവിടെ പിടിച്ച ട്രേഡേഴ്സിന് തിരിച്ചു കൊടുക്കാനായിട്ട്. അദ്ദേഹം പറയുന്നൊന്നും നടക്കില്ല. പിന്നെ ഞാൻ വിദേശ രാജ്യങ്ങളൊന്നും കണ്ടിട്ടില്ല, ഞാൻ ഇന്ത്യ വിട്ട് എവിടെയും പോയിട്ടില്ല. പക്ഷെ ഞാൻ കേട്ടൊരു വിവരം എന്താ വെച്ചാൽ അമേരിക്ക ഇത്രയും അഡ്വാൻസ്ഡാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഈ ജ്യോതിഷമൊക്കെ ഇല്ല, അതിൽ ഭയങ്കര വിശ്വസിക്കുന്നവരാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പലയിടത്തും വായിച്ചതാണ്. റെഡ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ ഒരു ആദിവാസികളുണ്ട് അത്ര. അവരിപ്പോഴും ഈ ബൂമറാങ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അത് കൊണ്ടുവന്നിട്ട് ഈ സിറ്റികളുടെ നടുക്കൊക്കെ വിൽക്കുന്ന കാണാം. അത് വീട്ടിൽ മേടിച്ചു വെച്ചാൽ നമുക്ക് കഷ്ടകാലം വരില്ല. അത് അവിടെ ഉണ്ട് അങ്ങനത്തെ ആൾക്കാർ, ചൈനീസ് വാസ്തു എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ മേടിച്ചു വെക്കുന്ന ഒരു വാസ്തു. അപ്പൊ ഇവരോട് ആരോ പറഞ്ഞിട്ടുണ്ട്, ഐ വെച്ച് തുടങ്ങുന്ന ഒരു രാജ്യം മൂലം നിങ്ങൾക്ക് നാശം ഉണ്ടാവും, അല്ലെങ്കിൽ അവരെ കയറി ആദ്യം അടിച്ചോളണം. അപ്പൊ നോക്കിയപ്പോ അത് ഇന്ത്യയല്ല, പിന്നെ ആരാണ്? ഇറാൻ, ഇറാഖ്. ഇപ്പൊ ഇതും ഐ വെച്ചിട്ട് അവസാനിക്കുന്നതാണെങ്കിൽ ഇറാനും ഇറാഖ് വെനസ്വേലയുടെ വി അല്ലേ തുടങ്ങുന്നത്? അതല്ല, അത് പക്ഷേ ഒരു അറ്റാക്ക് അല്ല, അത് അങ്ങനെ തൂക്കിയെടുത്തല്ലേ. പക്ഷെ അടുത്ത ടാർഗറ്റ് ചിലപ്പോ ക്യൂബ ആയിരിക്കില്ല, ഈ ഐ വെച്ചിട്ട് തുടങ്ങുന്ന ഇന്ത്യ അല്ലേ. എടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവർ ഇവിടെ നിന്ന് ഖമനയെ തൂക്കിയെടുക്കാൻ ശ്രമിച്ചേനെ. അതിനുള്ള അല്ല, ഐ വെച്ചിട്ട് അവസാനിക്കുന്ന അടുത്ത ഇന്ത്യ ആണല്ലോ. ഇന്ത്യ ഇപ്പോ ലോക മഹാശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയല്ല, 5ാമത്തെ രാഷ്ട്രമൊക്കെ ആയിട്ട്. അപ്പൊ ക്യൂബ ലക്ഷ്യം വെക്കുന്നൊന്നും ശരിയല്ല. ചിലപ്പോ ഇന്ത്യ ആയിരിക്കും. ഈ ജ്യോതിഷം പറഞ്ഞ കേട്ടിട്ട് ഇദ്ദേഹമാണെങ്കിൽ ഒരു പ്രായത്തിൻ്റെതായ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ജ്യോതിഷം വിളിച്ചിട്ട് പറയാം, ഇനി അടുത്ത പാറ ഇങ്ങോട്ട് വെച്ചോ എന്ന് പറഞ്ഞാൽ അത്രയൊക്കെ ഉള്ളൂ, അല്ലാതെ ഇതത്ര കാര്യമാക്കേണ്ട കാര്യമൊന്നും ഇല്ല. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മണിയാണ് എറണാകുളത്ത്. ശ്രീ മണി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? സാധാരണഗതിയിലൊക്കെ ലോകരാജ്യങ്ങൾ മുമ്പുണ്ടായിരുന്ന ഒരു ലോകക്രമത്തിലാണെങ്കിൽ അമേരിക്കൻ ശക്തിയിൽ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ മറുഭാഗത്ത് നിൽക്കാൻ റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ ഒരു നിലയിലുള്ള രാജ്യങ്ങളൊന്നുമില്ല. അമേരിക്ക തീരുമാനിച്ചാൽ അത് നടപ്പാകുന്നു, അല്ലെങ്കിൽ ഇസ്രയേലും അമേരിക്കയും കൊണ്ട് ചേരുമ്പോൾ അവർക്ക് എന്തും നടപ്പാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. പ്രബല രാജ്യങ്ങളൊക്കെ ഇങ്ങനെ കാഴ്ചക്കാരായി നിൽക്കുകയാണ്. ഇനി അടുത്തത് ക്യൂബയാണെന്നാണ് പറയുന്നത്. അത് പ്രബലമായ രാജ്യമായിരുന്നു USSR. അതിനെ അമേരിക്ക തന്നെ ശിഥിലമാക്കിയല്ലോ. അപ്പൊ അവർക്കെതിരെ നിൽക്കാൻ ഒരു രാജ്യമില്ലാതെ പിന്നെ അവരിപ്പോ ഉക്രൈനായിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവര് വളരെ ബുദ്ധിമുട്ടാണ്, അവർക്ക് ഉപരോധങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ റഷ്യക്ക് അമേരിക്കക്കെതിരെ പ്രതികരിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അടുത്ത കാര്യം, ഈ ഇയാൾക്ക് ട്രംപിന് ഭ്രാന്താണെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം ഒരു രാജ്യത്തെ എന്ന് വെച്ചാൽ ഒരു പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുപോയി, അടുത്തതിന് ക്യൂബയാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ആയുധശക്തിയുള്ള രാജ്യങ്ങളെല്ലാം കൂടി ഒരുമിച്ചിട്ട് അമേരിക്കക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യേണ്ടതാണ്. പിന്നെ ആറ്റം ബോംബിന്റെ കാര്യം, ലോകത്ത് ആദ്യമായിട്ട് ആറ്റം ബോംബ് ഇട്ട് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നത് അമേരിക്കയാണ്. എന്നിട്ട് അവര് ആറ്റം ബോംബിനെതിരെ പ്രസംഗിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇവര് ക്യൂബയ്ക്ക് ലക്ഷ്യമിടുന്നത് ശരിയായ നടപടിയല്ല. ലോകരാജ്യങ്ങൾ പ്രതികരിക്കണം, UN പ്രതികരിക്കണം. ഇത് UN എന്നൊക്കെ ഇപ്പൊ അമേരിക്കയുടെ പാവ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഈ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് തോന്നുന്നില്ല. ഇപ്പൊ തന്നെ എത്ര സ്കൂൾ കുട്ടികളാണ് മരിച്ചത് ഇറാനിൽ. കഷ്ടമാണ് ചെയ്യുന്നത്. ഇതിനെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു ലോകരാജ്യങ്ങൾ. ശരി, ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഗുഡ് ഈവനിങ് കിരൺ സാറേ. അതായത് ഈ അമേരിക്ക പണ്ട് പിന്നെ 1945 അതായത് പണ്ടല്ല, 1945 ഹിരോഷിമ നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചിട്ട് ജപ്പാനിലെ ഇപ്പോ അതിന്റെ ദോഷം അതിന്റെ ജനറേഷൻ അത് ആതേടിയ മാറുക. ആനക്കോടൻ പാലിയ പിരിപ്പാല മുരൂലെന്ന് പണ്ടിലെ ആൾക്കാർ ഒന്നല്ല. അതിന്റെ പിന്നെ കണ്ണീര് പെട്ടതല്ല ഈ ജ്യേഷ്ഠാന്ന് തന്നെ പറയണം. ഇയാള് ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ ഈ കാട്ടിലും പിന്നെ കാട്ടിലും പറ്റൂല, ഏടെയും പറ്റാത്ത ഒരു രൂപ. അത് അതിന്റെ മുഖം തന്നെ കണ്ടാൽ തന്നെ തിരിയുന്നില്ലേ. ഈ ആ കമലാ ഹാരിസിനെ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വോട്ട് ചെയ്താൽ ഇറ്റക്ക് കിട്ടണോ? നമ്മളെ പകുതി ഇന്ത്യക്കാരുടെ കമലാ ഹാരിസിനെ ജയിച്ചിട്ടുണ്ടെങ്കിൽ ആ റെസ്പെക്ട്, ഡിസിപ്ലിൻ, ആ മനുഷ്യത്വം, ആ ഇതെല്ലാം ഉണ്ടാവില്ലല്ലോ. ഈ മൃഗത്തിനെ തന്നെ പിന്നെ ഇതാക്കി എന്തെല്ലാം നാശം ഉണ്ടാക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു. ഇയാള് GDMന്റെ അപ്പുറം ഇപ്പുറവും മുമ്പിലത്തെ പല്ലിനെ കൊണ്ട് തിരിച്ച് അന്യനെ പല്ലുകൊണ്ട് അമർത്തുക, നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്നല്ല. അതേപോലെ അപ്പുറം ഇത് ലോകരാഷ്ട്രങ്ങളും ലോക സുപ്രീം കോടതി ഇല്ലേ,
അവരെല്ലാം എന്തിനാ നോക്കൂട്ടിലേക്ക് ഇരുന്നില്ല, അവർക്ക് പവറില്ല, അവർ ഇയാളെ അടക്കി ഇരുന്നിട്ട് പണിഷ്മെന്റ് കൊടുക്കണ്ടേ? എത്രയാ നിരപരാധി മരിക്കും? മനുഷ്യ ഒറ്റ ജന്മല്ലേലോ, നമുക്ക് കരൾ കത്തുന്നില്ല. ഈ വയസ്സായ 74 വയസ്സെത്തിയ അനക്ക് വരെ ഇത്രയും പിന്നെ വേദന തോന്നുന്ന എത്തി ഒറ്റ ജന്മല്ലേലോ. താങ്കളുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. ലോകത്ത് അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യനായി കാണുന്ന ഏത് മനുഷ്യർക്കും ആ തരത്തിലേക്കുള്ള വേദന ഉണ്ടാവും. ലോകത്ത് ഇങ്ങനെ അതിക്രമങ്ങൾ നടക്കുമ്പോൾ, കുഞ്ഞുങ്ങൾ പിടഞ്ഞു വീണ് മരിക്കുന്നത് കാണുമ്പോൾ, ഓരോ രാജ്യത്തും കടന്നു കയറി ഇത്തരം ആക്രമണങ്ങൾ നടക്കുമ്പോൾ ആർക്കായാലും വേദന ഉണ്ടാവും. ആ വേദനയാണ് താങ്കൾ പങ്കുവച്ചത്. ശ്രീ അജിത്താണ് ചേർത്തലയിൽ നിന്നും. ശ്രീ അജിത്ത്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? യഥാർത്ഥത്തിൽ വീണ്ടും ഒരു വെല്ലുവിളി, ഒന്ന് അവസാനിക്കും മുമ്പ് തന്നെ അടുത്ത വെല്ലുവിളി ഉയർത്തിയാണ് ട്രംപ്. ഇദ്ദേഹത്തിനെ നിയന്ത്രിക്കാൻ ലോകത്ത് മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കൊന്നും കഴിയുന്നില്ലേ? കഴിയില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അന്തർദേശീയ തലത്തിലെ ഒരു ശാക്തിക സംതുലനം മറ്റ് രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഏകാധിപത്യ പ്രവണതയിലൂടെ ലോക സമൂഹത്തിന് തന്നെ ഭീഷണിയായിട്ട് മാറുന്ന ഇത്തരം രാഷ്ട്രങ്ങളെ നിലനിർത്താൻ സാധിക്കത്തുള്ളൂ. ഇപ്പൊ ഇറാന്റെ വിഷയത്തിലാണെങ്കിൽ തന്നെ അതിനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലൊരു ന്യായീകരണം കണ്ടെത്താൻ സാധിക്കും. ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം അന്തർദേശീയ തലത്തില് മത മൗലികവാദ സമീപനത്തോടുകൂടി ഇസ്ലാം മത വിഭാഗത്തിൽപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് തന്നെ ദോഷകരമായ തരത്തില് ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ മതാധിഷ്ഠിതമായ ഒരു ഭരണമാണല്ലോ ആ രാജ്യത്ത് നിലനിന്നിരുന്നത്. അപ്പൊ അത് അന്തർദേശീയ തലത്തില് വളർന്നു വരുന്ന ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾക്ക് വെള്ളവും വളവും കൊടുത്ത് പരിപോഷിപ്പിച്ച് ആ രാഷ്ട്രത്ത് വളർത്തിക്കൊണ്ടുവന്ന ഒരു മതാധിഷ്ഠിതമാക്കി മാറ്റിയിട്ടുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം. അപ്പൊ അതിനെതിരാണ് ലോകത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, അറബ് രാഷ്ട്രങ്ങൾ. ആ രാഷ്ട്രങ്ങൾ അതുകൊണ്ടാണ് അമേരിക്കയ്ക്കൊപ്പം നിന്നുകൊണ്ട് ഈ രാഷ്ട്രത്തിനെതിരെയുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് ക്യൂബയ്ക്ക് നേരെയുള്ള അറ്റാക്കിനെ കാണാൻ സാധിക്കില്ല. അപ്പോൾ അത് ഏത് തരത്തിലും ചെറുക്കുന്നതിന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു ഏകീകരണം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇസ്ലാമിക രാഷ്ട്രങ്ങള് ഒപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കെതിരായിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തി. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രമായിട്ടുള്ള ഇസ്രായേലിന് മറ്റ് അറബ് രാഷ്ട്രങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അമേരിക്കയുടെ ആ ഒരു പ്രക്രിയ നമുക്ക് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ക്യൂബ അടക്കമുള്ള മറ്റ് രാഷ്ട്രങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു പ്രവണത തുടരുകയാണെങ്കിൽ അതിനെതിരായിട്ട് ഒരു ശാക്തിക സംതുലനം മറ്റ് രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, താങ്കളുടെ വാക്കുകൾ വ്യക്തമാണ്. ശ്രീ രാജശേഖരൻ നായരാണ്, റാന്നിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാജശേഖരൻ നായർ, ഇപ്പോൾ ഇന്ത്യയോട് പോലും പറയുകയാണ്, നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് ഞങ്ങൾ ഒരു ഇളവ് തരാം, നിങ്ങൾ ഈ കടലിലേക്ക് കിടക്കുന്ന റഷ്യൻ എണ്ണക്കപ്പലിൽ നിന്ന് നിങ്ങൾ ഒരു മാസത്തേക്ക് ഒന്ന് എണ്ണ വാങ്ങിച്ചോളൂ. ആരെയും ലോകത്ത് കയറി ഡിക്റ്റേറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് അമേരിക്ക നിൽക്കുന്നു. ഇനി ക്യൂബയ്ക്ക് മേൽ അടുത്ത ഭീഷണിയും ഉയർത്തുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, അമേരിക്കൻ ജനത ഈ ട്രംപിന്റെ പിറകിൽ ഇല്ല എന്നുള്ളതൊരു യഥാർത്ഥം തന്നെയാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ യുദ്ധത്തോട് അനുകൂലമായിട്ട് ചിന്തിക്കുന്നുള്ളൂ. ഇറാൻ അമേരിക്ക യുദ്ധത്തിലെ അനവധി ഘടകങ്ങളുണ്ട്. വിദേശ വൈജ്ഞാനം കൂടുതലുള്ള ആളുകൾക്ക് അതിനെ വിശദമായിട്ട് പഠിക്കുവാൻ പറ്റൂ, പറയുവാൻ പറ്റൂ. എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയെ പോലൊരു രാജ്യം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് റഷ്യയും ഇന്ത്യയും തമ്മിലാണ്. അതിനകത്ത് അമേരിക്കയ്ക്ക് എന്താണ് കാര്യം എന്നുള്ളതാണ് എന്റെ പ്രധാനമായ ചോദ്യം. നമ്മുടെ പൈസ കൊടുത്ത് വാങ്ങുന്നു, റഷ്യയുടെ എണ്ണ തരുന്നു. ഇതിലെന്താണ് അമേരിക്കയുടെ റോള്? ഈ തീർത്തും ഒരു സ്വബോധം നഷ്ടപ്പെട്ട ഒരു ഭരണാധികാരിയെ പോലെയാണ് ട്രംപ് പെരുമാറുന്നത്. അമേരിക്കൻ ജനതയൊന്നും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തക്ക സമയത്ത് ഉചിതമായ മറുപടി കൊടുത്ത് ഈ പ്രവണത ട്രംപിന്റെ അവസാനിപ്പിക്കാൻ ഇന്ത്യൻ ഭരണാധികാരികളുടെ ശ്രദ്ധയിലെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് അനീഷാണ് പാലക്കാട് നിന്ന്. ശ്രീ അനീഷിലേക്ക് കടക്കും മുമ്പ് നമുക്ക് പെട്ടെന്ന് യൂട്യൂബിലേക്ക് ചില കമൻറ്റുകൾ കൂടി ഒന്ന് വായിക്കേണ്ടതുണ്ട്. അനീഷ് ഒരു മിനിറ്റ് ക്ഷമിക്കാം. മോഹനൻ പറയുന്നു, ചങ്കിലെ ചൈന കൽവിലെ ക്യൂബ എന്നൊക്കെ പറയുന്നു. ചെമ്പട ക്യൂബയിലേക്ക് മാർച്ച് തുടങ്ങിയെന്ന് പ്രമോദ് എന്നാണ് പറയുന്നത്. കളിയാക്കിയാണോ എന്നറിയില്ല. യുദ്ധനയങ്ങളെ കളഞ്ഞു കുളിച്ച് ഒമാനെയും അയൽ രാജ്യങ്ങളെയും ആക്രമിച്ച് ഇറാനെ ആര് സഹായിക്കുമെന്ന് രാജു മോനാട് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യ വികസ്വര രാജ്യവും USA വികസിത രാജ്യവുമാണ്.
പറയുന്നത്. അതെന്താണ് ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞില്ല. ഈ മുരളീധരൻ നായർ MN പറയുന്നു, ഡേവിഡ് വിജയ് പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ന്യൂസ് ചാനലുകളിലൊന്നും ഈ വാർത്ത കണ്ടില്ല എന്ന്. ഈ മുരളീധരൻ നായർ MN എന്ന് പറയുന്ന ആൾ നിരന്തരമായി വന്നുകൊണ്ട് ഇങ്ങനെ ചില പ്രസ്താവനകളൊക്കെ കമൻറ്റ് രൂപത്തിൽ നടത്തുന്ന ഒരാളാണ്. സ്ഥിരമായി അദ്ദേഹത്തിന് ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റുകളാണ്. ശ്രീ മുരളീധരൻ നായർ, താങ്കൾക്ക് ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസികളൊന്നും കണ്ടില്ലെങ്കിൽ താങ്കൾ കുറഞ്ഞ വർഷം റോയിറ്റേഴ്സോ അൽ ജസീറയോ അങ്ങനെ CNBC അങ്ങനെ പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസികളോ അല്ലെങ്കിൽ താങ്കൾക്ക് ഇന്ത്യയിലേക്ക് വന്നാൽ ഹിന്ദു മുതൽ ഏറ്റവും താഴെ താങ്കൾ വായിക്കുന്ന ഏത് പത്രമോ ചാനലിൻ്റെ ഒക്കെ സൈറ്റുകളൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ കുത്തിയിരുന്ന് ശുദ്ധ മണ്ടത്തരങ്ങൾ അടിച്ചു വിടുന്നതിന് പകരമായി വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെയൊക്കെ പത്രങ്ങളോ ചാനലുകളും ഒക്കെ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കുമെന്നാണ് ശ്രീ മുരളീധരൻ നായരോട് ഉപദേശിക്കാനുള്ളത്. ഉപദേശിച്ചോട് കാര്യമൊന്നുമില്ല, താങ്കളോട് പറയാനുള്ളത്. ഉപദേശിക്കാനൊന്നും ഞാനാളല്ല. അങ്ങനെയെങ്കിലും ക്യൂബ നന്നാവട്ടെ എന്ന് നന്ദകുമാർ പറയുന്നു. ഇറാൻ യുദ്ധത്തിൽ അടിക്കാൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, തടുക്കാനും അറിയണമെന്ന് രാജു മോനാട് പറയുന്നു. അതുകൊണ്ടല്ലേ അമേരിക്കയിൽ ട്രംപ് ജയിച്ചത് എന്ന് ജിത്തു ചോദിക്കുന്നു. പ്രദീപെ, ഞാനും അമേരിക്ക കണ്ടിട്ടുണ്ടെന്ന് ജയകുമാർ പറയുന്നു. നേരത്തെ പ്രദീപിനുള്ള മറുപടി എന്ന നിലയ്ക്കാണ് തോന്നുന്നത്. എന്തായാലും അനീഷ് താങ്കൾ തുടരുന്നുണ്ട്. അനീഷിന് എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്? ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്, റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുന്നത് ഇതുവരെ നിർത്തിയിട്ടില്ലല്ലോ. നിർത്തിയാലല്ലേ പിന്നെ ട്രംപ് ഈ 30 ദിവസം നിങ്ങളെ എണ്ണ ഇറക്കിക്കൊള്ളു പറയുന്നത്. ശ്രീ അനീഷ്, നമ്മൾ റഷ്യയിൽ നിന്ന് കഴിഞ്ഞ 2024 ആകെ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ 42% റഷ്യയിൽ നിന്നായിരുന്നു. അതിന് പ്രധാനപ്പെട്ട റീസൺ റഷ്യയാണ് ലോകത്തെ ഏറ്റവും മോദി ട്രംപ് പറഞ്ഞാലും ഇല്ലെങ്കിലും മോദി അവിടുന്ന് എണ്ണ ഇറക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. എണ്ണ ഇറക്കുമതിയിലൊക്കെ ട്രംപിന്റെ അനുമതി ആവശ്യമില്ല. ഇത് രാഷ്ട്രീയത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അനീഷിനോടും താങ്കളോട് പറയാനുള്ളത്, ഇന്നടക്കം പ്രധാനപ്പെട്ട ന്യൂസ് ഏജൻസികളിലൊക്കെ 2022 മുതൽ 2022 മുമ്പ് റഷ്യയിൽ നിന്ന് അങ്ങനെ വ്യാപകമായി എണ്ണ ഇറക്കുമതി ചെയ്തിരുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. 2022 യുക്രൈൻ റഷ്യ യുദ്ധം വന്ന ശേഷം ലോകത്ത് ഏറ്റവും വില കുറച്ച് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അവർക്ക് വിരോധം ഏർപ്പെടുത്തിയപ്പോൾ അവർ വില കുറച്ച് എണ്ണ തരാം എന്ന് പറഞ്ഞു. നമ്മൾ അവിടുന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നതും ശ്രീ കേൾക്കൂ, ശ്രീ അനീഷ് ഒന്ന് കേൾക്കൂ. ഞാൻ അങ്ങോട്ട് പറയുന്നത് കേൾക്കൂ. ആ എണ്ണ ഇറക്കുമതി 2022 മുതലുള്ള കണക്കുകളൊക്കെ ചാർട്ട് രൂപത്തിൽ തന്നെ പ്രധാനപ്പെട്ട ചാനലുകളിലും പത്രങ്ങളുടെയും ഒക്കെ സൈറ്റുകളിൽ ലഭ്യമാണ്. താങ്കൾ അതൊന്ന് പരിശോധിക്കുക. എന്നിട്ട് എണ്ണ ഇറക്കുമതി കുറച്ചോ കുറഞ്ഞില്ലയോ എന്നുള്ളത്. അതായത് ഇതുവരെയും ട്രംപ് പറഞ്ഞ അനുസരിച്ചല്ല മോദി ഇന്ത്യയിലെ കാര്യങ്ങൾ നടത്തുന്നത്. ട്രംപ് ചുമ്മാ രാവിലെ കുറച്ചു എന്നുള്ളത് താങ്കൾ ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. റഷ്യ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ. ഞങ്ങൾ ഈ വസ്തുതയിൽ നിന്ന് മാറിയാണ് സംസാരിക്കുന്നതെന്ന് കൂടി എനിക്ക് ദയവേത് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നുണ്ട്. ശ്രീ പ്രദീപാണ് ന്യൂയോർക്കിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾ ഇന്നലെ വന്ന് പറഞ്ഞതുപോലെ വസ്തുതയല്ല പറയുന്നത്, ഞാൻ പറയുന്നത് കച്ചക്കള്ളമാണെന്നൊക്കെ പറയുന്നത് താങ്കൾക്ക് പറയാൻ പൂർണ്ണമായ അവസരം തന്നു. മറുപടി ഒന്ന് ചോദിച്ചാൽ അതിനല്ല മറുപടി താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്, മറ്റു വിഷയങ്ങളിലാണ് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും താങ്കളുമായി ഇനി തർക്കിച്ച് സമയം കളയാൻ എനിക്കില്ല. ഈ ക്യൂബയിൽ ഇനി അടുത്തത് ട്രംപ് പറയുന്നത്, ഞങ്ങൾ ഇനി ക്യൂബയിലേക്ക് ചെല്ലുകയാണ്. 59 മുതൽ ക്യൂബയെ പിടിക്കാൻ വേണ്ടി അമേരിക്ക തന്ത്രങ്ങൾ 18 അടവും പൂഴിക്കടകനടക്കം പ്രയോഗിച്ചിട്ടും നടന്നിട്ടില്ല. ഇപ്പോൾ വീണ്ടും ക്യൂബയെ ഞങ്ങൾ അടിച്ചിടും, ഞങ്ങളവിടെ സൗഹാർദ്ദപരമായ ഭരണമാറ്റം നടപ്പുമെന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? Anyway, Mr. Kiran, forget. You are very handsome with the blue shirt. നോക്കൂ, അല്ല അതിപ്പോ ഈ ചർച്ചയിൽ അത് കണക്കൂട്ടണ്ടേ. നമ്മൾ തർക്കിക്കണമെന്നാണ് നമ്മൾ ഓരോരുത്തർക്ക് അവരവരുടെ അറിവും ചിലപ്പോൾ അവര് അറിവ് വെച്ചിട്ടല്ലേ അവർ തർക്കിക്കണം. ഇനി അതിനെ കുറിച്ച് ഇറ്റ്സ് ഓക്കെ, ഫൈൻ. നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയുന്നു, ഞാൻ എന്റെ കാര്യം പറയുന്നു. ഇപ്പൊ ക്യൂബയെ കുറിച്ച് നമ്മളിപ്പോ ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറയുന്നത്. ഓരോരുത്തരുടേതായിട്ട് അവരുടേതായിട്ടൊരു വീക്ഷണം കാണും, അവർ പഠിച്ച കാര്യം കാണും. ഇതെല്ലാം വെച്ചിട്ടായിരിക്കും അവർ പറയണം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ചായ് വെച്ചായിരിക്കും പറയണത്. ബേസിക്കലി ഒരു സത്യം മനസ്സിലാക്കണം, ഈ ക്യൂബ കിടക്കുന്നത് എവിടെയാണ്? അമേരിക്കയുടെ തൊട്ടടുത്ത്, അതായത് ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന മാലി ദ്വീപ് പോലെയാണ് ഈ ക്യൂബ. അത് എല്ലാവർക്കും നമുക്ക് ഭൂപ്രകൃതി അനുസരിച്ച് മനസ്സിലാവും. അവിടെ ഈ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രു എന്നവർ കാഴ്ചപ്പാട് പണ്ട് തൊട്ടേ കണ്ടുകൊണ്ടിരിക്കുന്ന USSR അല്ലെങ്കിൽ ഇപ്പോഴത്തെ റഷ്യ. ഈ റഷ്യയുടെ വെപ്പൺസ് എല്ലാം അവിടെ സ്ഥാപിക്കുകയാണ്. അണുബോംബുകൾ അവിടെ സ്ഥാപിച്ചിരുന്നു. ആ ഒരു കാലഘട്ടം മുതൽ ഇന്ന് നമ്മുടെ തൊട്ട് താഴെ, ഇന്ത്യയുടെ തൊട്ട് താഴെ മാലിയിൽ ചൈന കൊണ്ടുവന്ന് അണുബോംബ് സ്ഥാപിച്ചാൽ നമ്മൾ എങ്ങനെയായിരിക്കും ആ രാഷ്ട്രത്തെ കാണുക? ശ്രീ പ്രദീപ്, എനിക്ക് ഇടപെടേണ്ടി ക്ഷമിക്കുക. എന്നാണ് അവിടെ റഷ്യ മിസൈൽ സ്ഥാപിക്കാൻ, ആണവ മിസൈൽ എന്ന് സംശയിക്കപ്പെടുന്ന മിസൈലുകൾ സ്ഥാപിക്കാൻ തുടങ്ങിയത്? അതിനൊക്കെ എത്ര മുമ്പ്? 1959 ബാസ്റ്റിസ്റ്റ ഭരണകൂടത്തെ അട്ടിമറിച്ച് ഫിദൽ കാസ്ട്രോ അധികാരത്തിലേറിയ അന്നു മുതൽ
അമേരിക്ക ആ രാജ്യത്തിന് മേൽ ഉപരോധം ഏർപ്പെടുത്തുകയും ആ ഫിദൽ കാസ്ട്രോയെ കൊലപ്പെടുത്താൻ വേണ്ടി എണ്ണമറ്റ തവണ CIA എത്ര പണം ചെലവഴിച്ച് കാണും. അമേരിക്കയുടെ തൊട്ട് കീഴിൽ കിടക്കുന്ന കുഞ്ഞു രാജ്യമായിട്ടും 59 മുതൽ ശ്രമിക്കുകയാണ് അമേരിക്ക ആ രാജ്യത്തെ ഒന്ന് കീഴടക്കാൻ. പക്ഷേ ആ ക്യൂബയുടെ മുന്നിൽ ഇപ്പോൾ ഈ ദിവസം വരെയും കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല. നാളെ ഇനി എന്താവും എന്നറിയില്ല. എന്തായാലും അമേരിക്ക തോറ്റു പിന്നോട്ട് പോയ രാജ്യങ്ങളിൽ ഒന്നിന്റെ പേര് ക്യൂബ എന്നാണ്. മിസ്റ്റർ കിരൺ, ലോകത്ത് ഒരു ചെറിയ രാജ്യം ഇപ്പൊ നമ്മൾ വിചാരിച്ച പോലും മാലിയെ പൂർണ്ണമായി നമുക്ക് കീഴടക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് 1947 ശേഷമല്ല, 1923 മുതൽ ബേസിക്കലി അവിടെ കമ്മ്യൂണിസം ജാസ്തിയായി വന്ന കാലം മുതൽ ഇവർ തമ്മിൽ രണ്ടുപേരും തമ്മിൽ പണ്ട് തൊട്ട് അഭിപ്രായ വ്യത്യാസമാണ് ഈ രണ്ട് രാഷ്ട്രങ്ങളും. ഈ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു അയൽവാസി അമേരിക്കയുടെ അഭിപ്രായ വ്യത്യാസമൊന്നുമല്ല, അമേരിക്കൻ നിയന്ത്രിതമായ ഒരു ഭരണമാണ് അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്നത്. ആ ഭരണകൂടത്തെ അവിടെ നിന്ന് മാറുന്നു. അമേരിക്കക്കെതിരായ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ ഊന്നിയ ഒരു ഭരണകൂടം അവിടെ നിലവിൽ വരുന്നു. അവരെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ രണ്ടുപേർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമല്ല. ഏകപക്ഷീയമായി അമേരിക്ക ക്യൂബ എന്ന് പറയുന്ന രാജ്യത്തിന് മേൽ ആക്രമണം അഴിച്ചുവിട്ടേ അല്ലാതെ ക്യൂബയ്ക്ക് ഏതെങ്കിലും തരത്തിൽ അമേരിക്കയെ പ്രകോപനം ഉണ്ടാക്കാനാണെങ്കിൽ 1000 കാരണങ്ങൾ അവർക്കുണ്ട്. ആ രാജ്യം അത്രത്തോളം നേരിട്ടതാണ്. അമേരിക്കൻ പക്ഷത്ത് നിന്ന് 1% പോലും ന്യായം പറയാൻ ലോകത്ത് ആർക്കും കഴിയില്ല. നോക്ക് മിസ്റ്റർ കിരൺ, ഞാൻ തർക്കിക്കാൻ വേണ്ടി പറയണല്ല. കമ്മ്യൂണിസം വന്നത് കൊണ്ട് തന്നെയാണ് ക്യൂബയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. തൊട്ടടുത്ത് കിടക്കുന്ന അഭിപ്രായ വ്യത്യാസമല്ല ശ്രീ പ്രദീപ് എന്ന് പറഞ്ഞാൽ. അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ അഭിപ്രായങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഇത് ഒരു രാജ്യത്ത് പോയി തെമ്മാടത്തരം കാണിക്കുന്നതിനെ അഭിപ്രായ വ്യത്യാസം എന്ന് പറയാൻ കഴിയുമോ? അതാണ് ഞാൻ പറഞ്ഞത്. അതായത് അവിടെ അഭിപ്രായ വ്യത്യാസം ഞാൻ ഉദ്ദേശിച്ചത് അവരെ തമ്മിൽ ഫൈറ്റ് കൂടാനും നിരന്തരം ക്യൂബയ്ക്കെതിരായിട്ടുള്ള പല കാര്യങ്ങൾ ഇവൻ ആക്രമണം വരെ നടത്തുവാനുണ്ടായ എല്ലാ കാരണങ്ങളുടെയും ഒറ്റ കാരണം തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യം. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന നമുക്ക് മാലിയായിട്ട് കണ്ടാൽ മതി. അതേപോലത്തെ ഒരു രാജ്യം താങ്കൾക്കെതിരായി താങ്കളുടെ ശത്രുക്കളായിട്ടുള്ള എല്ലാ ഐഡിയോളജിയും എല്ലാം കൊണ്ടുവരുമ്പോൾ അത് ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നുള്ളത് ഈ ജനങ്ങൾക്കിടയിൽ തന്നെ വലിയ വിഷയമുണ്ട്. അറിയോ, ക്യൂബൻ ജനതകൾ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ക്യൂബയിലുള്ള വരുന്ന പല ആൾക്കാർക്കും ഇവിടുത്തെ റെസ്റ്റോറന്റുകളിൽ ജോലി കൊടുക്കാറില്ല. അത് താങ്കളുടെ ഒരു കറസ്പോണ്ടന്റ് ആണല്ലോ, ചോദിച്ചു നോക്കൂ. ഇത് ഐഡിയോളജിപരമായി. ശ്രീ പ്രദീപ്, താങ്കൾ ഈ പറയുന്ന ഇന്ത്യയും മാലിയുമായിട്ടുള്ള താരതമ്യം ഇതുമായിട്ട് ഒരു തരത്തിലും യോജിക്കുന്നതല്ല. ഏതെങ്കിലും ഒരു ക്യൂബ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കാൻ തുടക്കത്തിൽ 59 ക്യൂബ മുതൽ തുടങ്ങിയ ആക്രമണമാണല്ലോ. അതിനെന്തായിരുന്നു റീസൺ? അവിടെ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നു. അമേരിക്കയുടെ നിയന്ത്രണം അവിടെ പറ്റില്ല, ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ ഭരിക്കും എന്നവർ തീരുമാനിച്ചു. നിങ്ങളുടെ ചട്ടമ്പിത്തരം ഞങ്ങളുടെ രാജ്യത്തോട് വേണ്ട എന്ന രാജ്യം ഉറക്കെ പറഞ്ഞു. അന്ന് മുതൽ തുടങ്ങിയതല്ലേ ഇവർ. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ അടുത്ത് കിടന്ന് ഭീഷണിയൊക്കെ ഉയർത്താൻ ഈ ക്യൂബ എന്ത് ഭീഷണി ഉയർത്താനാണ് അമേരിക്കയ്ക്ക്? ക്യൂബ ഇങ്ങോട്ട് അമേരിക്ക കയറി അവർ ഗതികെട്ട ഘട്ടത്തിലാണ് മറ്റു രാജ്യങ്ങൾ അവിടെ കൊണ്ടുവന്ന് മിസൈൽ സ്ഥാപിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയത്. ആ രാജ്യത്തെ നിരന്തരം അമേരിക്ക എന്നൊരു ഭീമൻ അടിച്ചിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. എന്നിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ആക്രമിക്കുന്നത് പറയാൻ എന്ത് ന്യായം അത്? ഇല്ല, അത് ന്യായം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. പക്ഷെ കിരൺ, താങ്കൾ പറഞ്ഞത് ശരി തന്നെയാണ്. അതായത് ലോകം മുഴുവൻ കമ്മ്യൂണിസം പരക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അന്ന് അമേരിക്കയിലും ഉണ്ടായിരുന്നു കമ്മ്യൂണിസം. അത് അവരെ നിരോധിക്കുകയും ഒപ്പം ആ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്കെതിരെ എല്ലാം ശക്തമായ നടപടിയെടുത്തു. അതിന്റെ ഭാഗമായി തന്നെയാണ് ക്യൂബയുമായി വളരെയധികം അവർ തമ്മിൽ ഒരു വൈരാഗ്യം, ഒരു എനിമിറ്റി ഫുൾ ഉണ്ടാവുന്നത്. ക്യൂബയെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് മാറി ഇടയ്ക്കിപ്പോ ഏതോ വന്നൊരു സർക്കാരുമായിട്ട് ഐ തിങ്ക് നമ്മുടെ കെന്നഡിയാണെന്ന് അദ്ദേഹമായിട്ടൊക്കെ എന്തോ ഒരു ഡീല് വെച്ചതാണ്. അതെല്ലാം ഫെയിലിയർ ആയിപ്പോയി. ഡീൽ വെച്ചത് ഒബാമയുടെ കാലത്ത് റൗൾ കാസ്ട്രോയുമായി ചർച്ച നടത്തുകയും രണ്ട് രാജ്യങ്ങളെയും നയതന്ത്ര ബന്ധത്തിൽ നയതന്ത്ര പ്രതികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം ഉപരോധത്തിലൊക്കെ ചില ഇളവുകളൊക്കെ വരുത്തിയിരുന്നു. ട്രംപ് വീണ്ടും വന്നതോടുകൂടി അതെല്ലാം എടുത്തു കളഞ്ഞ് ഞങ്ങൾ അമേരിക്കക്കാർക്ക് അങ്ങനെ ക്യൂബയായിട്ട് അങ്ങനെ സൗഹൃദമൊന്നും വേണ്ട, വീണ്ടും അവരെ അടിക്കാൻ തുടങ്ങി. അതെ, ഇപ്പൊ നോക്കൂ, എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ ഒരു രാജ്യത്തിന്റെ മേൽ കടന്നു കയറുന്നത് ബേസിക്കലി ശരിയല്ല. പക്ഷേ ഒരു അയൽവാസിയായ ഒരു രാജ്യം എപ്പോഴും തൊട്ടടുത്ത് കിടക്കുന്ന വലിയ അല്ലെങ്കിൽ ഒരു മദർലാൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എക്സാമ്പിൾ അമേരിക്ക ക്യൂബയുടെ മദർലാൻഡ് ആവുന്നത് അത് ഏത് അർത്ഥത്തിലാണ്? നോ, ഞാൻ പറഞ്ഞ തൊട്ടടുത്ത് കിടക്കുന്ന ചെറിയ രാജ്യങ്ങൾ താരതമ്യേന ചെറുതാണെന്ന് വെക്കൂ. നിങ്ങൾ അവരുമായിട്ട് ഫൈറ്റ് കൂടാതെ നിങ്ങളുടെ ശത്രുക്കളായിട്ട് വലിയ ഇത് വെക്കാതെ. ഞാൻ ആദ്യം പോലെ ചോദിക്കുന്നത്, ക്യൂബയാണോ അമേരിക്ക ആക്രമിക്കാൻ ആദ്യം അങ്ങോട്ട് പോയത്? എന്ത് ന്യായമാണ് ഈ പറയുന്നത്? ഒരു രാജ്യത്ത് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ചെറിയ രാജ്യം, അമേരിക്കയുടെ മുന്നിൽ ഒന്നും അല്ലാത്ത ഒരു കുഞ്ഞു രാജ്യം, സാമ്പത്തികമായ ഒരു തരത്തിലോ ശേഷിയില്ലാത്ത ഒരു ചെറിയ രാജ്യം, ആ രാജ്യത്തെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞ് നശിപ്പിച്ചിട്ട് പിന്നീട് അവർ നിങ്ങളെ അനുസരിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ന്യായമാണ്? അത് ആത്മാഭിമാനമുള്ള ഏതെങ്കിലും മനുഷ്യന് പറ്റുമോ ആ ന്യായം അംഗീകരിക്കാൻ? നോക്കൂ, ഞാൻ അത് ദീർഘിപ്പിക്കുന്നില്ല, കാരണം ആരെങ്കിലൊക്കെ പോയാൽ വെയിറ്റ് ചെയ്തുണ്ടാവും. നോക്കൂ, ഇതിനകത്തെ ഒറ്റ കാര്യമേ ഉള്ളൂ. ചൈന അല്ലെങ്കിൽ റഷ്യ, ഈ രാജ്യങ്ങൾക്കെതിരെ ഉള്ള ഒരു മനോഭാവം തന്നെയാണ് അവരുമായി കൂടെ നിൽക്കുന്ന രാജ്യങ്ങൾ. ഇപ്പോ തന്നെ ഈ ഇറാനുമായിട്ടുള്ള വിഷയങ്ങളുടെ ഒരു കാരണം എന്താണ്? പക്ഷേ ചൈന അടുത്ത് പോകുന്നില്ലല്ലോ അടിക്കാൻ. പ്രദീപ്, അത് നല്ല ശക്തിയുള്ള അത്രേ ആയുധ ശക്തിയുള്ള ആളുകളെ കാണുമ്പോൾ പേടിക്കും. പാവപ്പെട്ടവരെ കാണുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് അവരുടെ തലയിൽ കയറാൻ തോന്നും. അത്രേ ഉള്ള കാര്യം. അത് നമുക്ക് തിരിച്ചടി കിട്ടുമെന്നുള്ളവന്റെ അത്രേ ഉള്ളൂ. ആ കാര്യം വല്ലപ്പോഴും ഒക്കെ അംഗീകരിക്കാൻ താങ്കൾ തയ്യാറാവണം. സ്ഥിരമായി ഇങ്ങനെ അമേരിക്കൻ പക്ഷപാതം പറയാതെ.
നോ ഞാനൊരിക്കലും അമേരിക്കൻ പക്ഷപാതമൊന്നും പറയാറില്ല. ഞാൻ അതിൽ എന്നാൽ കഴിയുന്ന എന്റെ ഫാക്ട് ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് അടുത്ത പ്രേക്ഷകരിലേക്ക് പോകണം. ശ്രീ രാജീവാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ രാജീവ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? അമേരിക്ക അവരുടെ അടുത്ത ലക്ഷ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ക്യൂബയാണ് ലക്ഷ്യമെന്നാണ് പറയുന്നത്. താങ്കൾക്ക് എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? ഇത് അയാള് ചുമ്മാ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഇടയ്ക്കുന്നല്ല, അയാളെ കൊണ്ട് അയാൾ ചുമ്മാ പറയുന്നതിനകത്തെല്ലാം നമ്മൾ കയറി തല കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഇന്ത്യ തന്നെ ഇപ്പൊ മോഡിയെ പറ്റി ഇവിടെ ആൾക്കാരും പത്രക്കാരും ചാനലും എന്താ അനങ്ങാത്ത നമ്മൾ സാമ്പത്തികമായിട്ട് വളർന്നു നിൽക്കുന്ന ഒരു രാജ്യം. നമ്മൾ കീഴോട്ട് പോകാനല്ല മോഡി നോക്കുന്നത്, മേളിലോട്ട് വരാനാണ്. അത് നമ്മൾ ഇയാള് പറഞ്ഞ് ഈ വായുനോക്കത്തിലും പറയുന്ന ഇയാളെ ട്രംപിനെ പറയുന്നിടത്ത് കേട്ടുമ്പോൾ ഇവിടെ ഉള്ളവർ പ്രതികരിക്കണം. ഇപ്പൊ നേരത്തെ ഒരു പ്രശ്നം പറഞ്ഞിട്ടില്ലേ, മാർപ്പാപ്പ സംസാരിക്കുന്നില്ലെന്ന്. അതാ ഓരോരുത്തരുടെ അഭിപ്രായം ഓരോന്നാണ്. ഇപ്പൊ ഇയാൾ പറയുന്ന കേട്ട് നമ്മൾ പ്രതികരിക്കണം പറഞ്ഞാൽ നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. അയാൾ നരേന്ദ്രമോദി നല്ല രീതിയിലുള്ള ഭരണാധികാരി, അയാൾക്ക് തന്ത്രങ്ങൾ മൊത്തം അറിയാം. അതറിയാൻ വയ്യാന്നും അല്ല അയാൾ ഇരിക്കുന്നത്. നമ്മൾ കുറെ ചാനലുകാരും ഇത്തിരി കുറെ ആൾക്കാരും വിചാരിക്കുന്ന അയാൾ പാവയാണ്. അയാൾ പാവയൊന്നുമല്ല, അയാൾ അതിബുദ്ധിമാനാണ്. അയാൾ തന്ത്രപരമായിട്ടാണ് നിൽക്കുന്നത് കാര്യങ്ങൾ നോക്കുന്നത്. അയാൾ തന്ത്രപരമായിട്ട് നിന്നിട്ടല്ലേ ഈ 5ാമത്തെ രാജ്യം നമ്മളായത്. 5 or 4 അങ്ങോട്ടാവല്ലോ. ഇനി അങ്ങനെയൊക്കെ നിന്നെങ്കിലേ അല്ലാതെ നമുക്ക് 4 കാലുണ്ട് 4 കൈയുണ്ടെന്ന് പറഞ്ഞിട്ട് ചാടി കയറി നിന്ന് അവരെയും ചീത്ത വിളിച്ചിപ്പോൾ ഞാൻ തന്നെ ഒരു സാറിനടുത്തൊരു കാര്യം പറയാം. നമുക്ക് എപ്പോഴും ഒരു ശത്രു രാജ്യമുണ്ട്. ആരാ? അത് പാകിസ്ഥാനാണ്. അപ്പൊ അവൻ ആയുധം കൊടുക്കുന്ന അവന്റെ കയ്യിലിരിക്കുന്ന ആയുധത്തിനേക്കായി ഇരട്ടി ആയുധം നമ്മളെ കൈ വെക്കണം. അതിന് നമ്മൾ ആരെ പിടിക്കണം? നമ്മൾ ഇസ്രായേലിനെ പിടിച്ചേ പറ്റും. നമുക്കല്ലാതെ ആരും ചക്കൂര് വിട്ട് പൊട്ടിക്കാവോ? ഇങ്ങോട്ട് അടിച്ചു. ശരി, ഓക്കെ. എന്തായാലും ശ്രീ രാജീവ്, നമ്മുടെ രാജ്യം ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അങ്ങനെ ഇസ്രായേലിനെ ആശ്രയിച്ച് ആയുധം കിട്ടൂ എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നൊക്കെ എന്നെ നമുക്ക് ആയുധങ്ങളും സാങ്കേതിക വിദ്യയും ഒന്നും തന്നത്, നമ്മുടെ പ്രധാനപ്പെട്ട ആയുധങ്ങളും സാങ്കേതിക വിദ്യയും തന്നത് മുൻകാലങ്ങളിൽ ഇസ്രായേൽ ആയിരുന്നില്ല. അന്നൊക്കെ നമ്മളെ സഹായിക്കുന്നത് USSR ആയിരുന്നു. പ്രധാനപ്പെട്ട എല്ലാ സാങ്കേതിക വിദ്യകളും തന്നവരാണ്. കുറച്ച് നാളും കൂടെ നമുക്ക് അങ്ങനെ പോയേ പറ്റൂ. കുറച്ച് നാളോട് നമുക്ക് അങ്ങനെ നമ്മളെ കയ്യിൽ പിടിയായി കഴിഞ്ഞാൽ ഇവരെ ഒന്നും നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ആ രീതിയിലേക്ക് വന്നില്ലേ നമ്മൾ. ഓക്കെ, ശരി, ഓക്കെ. താങ്കളുടെ പ്രതീക്ഷ അങ്ങനെ എന്തായാലും നടക്കട്ടെ. ശ്രീ ഷെജിലാണ്. ഷെജിൽ, താങ്കൾ ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത്? എനിക്ക് പറയാനുള്ളത്, ഇവരിത് പണ്ട് മുതൽ ഇങ്ങനെ ചെയ്യണതാണ് അമേരിക്കക്കാരെ. ജോർജ് ബുഷ് ഉള്ളപ്പോഴും ബാരക് ഒബാമ ഉള്ളപ്പോഴും ഇങ്ങനെ തന്നെയാണ് അവർ ചെയ്തോണ്ടിരുന്നത്. ഡൊണാൾഡ് ട്രംപ് പറയുന്നു മാത്രമേ. ഹലോ, കേൾക്കാൻ പറഞ്ഞോളൂ താങ്കൾ. എനിക്ക് തോന്നുന്നു ഡൊണാൾഡ് ട്രംപ് പറയണ മാത്രമേ ഉള്ളൂ. ഇവര് പണ്ട് മുതലേ ഇപ്പോഴുള്ള രാജ്യങ്ങളിൽ ഇറാഖായാലും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ക്യൂബക്കെതിരായിട്ടുള്ള ഇതും നമുക്കും കൂടിയുള്ള ഒരു ഭീഷണിയായിട്ടാണ് നമ്മൾ കാണേണ്ടതെന്ന് തോന്നണം ഇന്ത്യയെ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ഷെജിലാണ് സംസാരിച്ചത്. നമുക്ക് മറ്റ് പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ബിനോയിയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ്, യഥാർത്ഥത്തിൽ ഇന്ന് അമേരിക്കയുടെ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇന്ത്യയോട് പോലും നിങ്ങൾ 1 മാസത്തേക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കോളൂ, നമ്മളെവിടെ നിന്ന് എണ്ണ വാങ്ങണ്ട എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾ പറയും. അവർ തന്നെ അത് പ്രസിദ്ധീകരിക്കുക കൂടിയാണ്. ഞങ്ങളിങ്ങനെ ഇന്ത്യക്ക് ഒരു ഇളവ് നൽകിയിട്ടുണ്ട് എന്ന മട്ടിലേക്ക്. ഇപ്പോൾ അടുത്തത് ക്യൂബയിലേക്കാണ് ആക്രമണം നടത്തുക എന്ന് കൂടി പറയുന്നു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം കിരൺ. അത് കേൾക്കുമ്പോ തന്നെ നമ്മൾ വൈകാരികമായി പ്രതികരിച്ചു പോകും. ഇപ്പൊ നമ്മളെ വിഷയം അതല്ല. പക്ഷെ അമേരിക്കയാണ് തീരുമാനിക്കേണ്ടത്. ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ 30 ദിവസം ഇനി റഷ്യയിൽ നിന്ന് വാങ്ങിക്കോ. അപ്പൊ ഇവർ തമ്മിലുള്ള എഗ്രിമെന്റ് എന്തുവാണ്? നമ്മളെല്ലാവരെയും കൊണ്ട് പ്രധാനമന്ത്രി അവിടെ പണയം വെച്ചോ, നിങ്ങൾ 30 ദിവസത്തേക്ക് മേടിക്കാനുള്ള അനുമതി പെർമിഷൻ തരുന്നു എന്ന് എന്തുവാ നമ്മൾ കേൾക്കുന്ന? ഇത്രയും കോടിക്കണക്കിന് ജനമുള്ള ലോകത്ത് ഏറ്റവും അഭിമാനത്തോട് പറയുന്ന ഇന്ത്യക്കാരനെന്ന് പറയുന്നത് നമുക്ക് അമേരിക്കയുടെ പെർമിഷൻ ആണെന്നോ? ഇനി അവർ തമ്മിലുള്ള എഗ്രിമെന്റ് എന്താണെന്ന് ഇതുവരെ പുറലോകം നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മൾ അമേരിക്കയുടെ അണ്ടറിലായോ? അമേരിക്ക പറയുന്നതാണ് കാണോ അപ്പൊ ഇന്ത്യ കേൾക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട് കിരൺ. അതിനകത്ത് എന്തെങ്കിലും അവർ തമ്മിലുള്ള ഒരു ധാരണയോ ഒരു എഗ്രിമെന്റോ ഉണ്ടോ? ഈ രണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് ഈ മീഡിയക്കാർക്കൊല്ലം കിട്ടിയിട്ടുണ്ടോ? ഉടമ്പടികൾ വല്ലതും ഈ എന്തെങ്കിലും ഇനി ചെയ്യണമെങ്കിൽ ഇന്ത്യയുടെ ഭരണകൂടം ആഭ്യന്തര കാര്യങ്ങൾ ചർച്ച ചെയ്യണമെങ്കിലോ അങ്ങനെ ഇത് ഒന്നും നമുക്ക് ഒരിക്കലും അങ്ങനെ ആ തരത്തിൽ പറയാൻ കഴിയില്ല. കാരണം ഈ ട്രംപിന്റെ ഒരു രീതി തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് ഞാനാണെന്ന് പറഞ്ഞു. ഇന്ത്യ അത് ഔദ്യോഗികമായി നിഷേധിച്ചിട്ട് പോലും പിന്നെയും കിട്ടുന്നത് ഇപ്പോൾ അങ്ങാണ്ട് 10 or 24 തവണയും കണ്ടായി ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും പോയി ഞാൻ അവസാനിപ്പിച്ചാണ്. പണ്ട് ഈ ഞാനും മറ്റേ ആരോ ചേർന്ന് പിടിച്ചു എന്നൊക്കെ പറയുമല്ലോ, അതുപോലത്തെ ട്രംപിന്റെ അവസ്ഥ. അല്ല, ട്രംപ് ഇപ്പോഴും 8 കാലി മമ്മൂഞ്ഞാവാൻ നോക്കുകയാണ്. കാരണം
CNN പോലുള്ള ചാനലുകളിലൊക്കെ പറയുന്നതറിയോ, അമേരിക്ക ഇന്ത്യക്ക് പെർമിഷൻ കൊടുത്തു റഷ്യയുടെ എണ്ണ വാങ്ങാനെന്നുള്ളത്. അത് ഇന്ത്യയിലെ 145 കോടി ജനങ്ങളെ ഇനി ഇദ്ദേഹം കച്ചവടം ചെയ്തു വെച്ചിരിക്കുകയാണോ വിറ്റു വെച്ചിരിക്കുകയാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അമേരിക്ക എന്നുള്ളത് വലിയേട്ടൻ മനോഭാവം യുദ്ധക്കൊതിയനായി മാറുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ വന്നു നിന്ന് പറയുകയാണ് ഞങ്ങൾ വീണ്ടും ക്യൂബയെ അടിക്കാൻ പോകുന്നത്. 67 വർഷം കൊണ്ട് ഈ ട്രംപിന്റെ ഉപ്പുപ്പമാർക്ക് പറ്റാത്തതാണ് വീണ്ടും ഇദ്ദേഹം വന്നു നിന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് പറയാനേ പറ്റത്തുള്ളൂ. പിന്നെ ഈ ഇറാനിലും മറ്റുള്ളിടത്തും ഒന്നും ഈ പറയുന്ന കണക്ക് തീവ്രവാദ സംഘടനകളൊന്നും അല്ല പ്രവർത്തിക്കുന്നത്. അത് ഇസ്രായേലിനെ വെച്ച് ട്രംപ് മനഃപൂർവ്വം ആളുകളെ കൊന്നു തീർക്കുകയാണ്. അതുകൊണ്ട് ട്രംപിന്റെയും അമേരിക്കയുടെയും ഈ നിലപാടിനെതിരെ ഇന്ത്യക്കാരനെന്നുള്ള നിലയിൽ ഞാനിപ്പോ ഇതിനകത്ത് പ്രതികരിക്കുന്നത്, ഞാൻ ഇന്ത്യക്കാരനെന്നുള്ള നിലയിൽ പ്രതികരിക്കുന്നത്, നമുക്ക് ആരുടെ കയ്യിൽ നിന്ന് എന്ത് സാധനം മേടിക്കണം, എന്ത് കഴിക്കണം, എന്ത് തിന്നണം എന്ന് തീരുമാനിക്കേണ്ടത് ഈ ട്രംപല്ല. അദ്ദേഹത്തിന്റെ നാട്ടിലെ കാര്യം പോയി നോക്കിയാൽ മതി. ഇന്ത്യ രാജ്യത്ത് സ്വയം പര്യാപ്തിയുള്ള നമ്മളെ നാടാണ്. നമ്മൾ ഒരുപാട് മുന്നിലാണ്. അതുകൊണ്ട് അമേരിക്കയുടെ ഈ പറഞ്ഞ ഈ ഒരു നിലപാടിനോടും ഇന്ത്യയിലെ കോൺഗ്രസുകാരായി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. വീണ്ടും പറയുന്നു, ഇത് ഇരട്ടത്താപ്പാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയും കാണിക്കുന്നത്. ശക്തമായി പോടാ പുല്ലെന്ന് പറയണം. നിന്റെ അടുത്ത് ചോദിച്ചതാണോടാ ഡീസലിന്റെയും പെട്രോളിന്റെയും ഒക്കെ വിലയും തെരുവയും നോക്കി പോടാ പുല്ലെന്ന്. വിനോയ്, എന്നാലും രാജ്യത്തിന് അതിന്റെ മറ്റൊരു രീതിയിൽ പറയാൻ കഴിയും, ഈ ഭാഷയിലല്ല എങ്കിൽ പോലും. അങ്ങനെയൊക്കെ പലപ്പോഴും രാജ്യങ്ങൾ തമ്മിൽ തന്ത്രപരമായ ചില നീക്കങ്ങളും ചില സമയത്തൊക്കെ നടത്തും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇറാൻ എംബസിയിൽ പോയി നമ്മൾ അനുശോചനം അറിയിച്ചു. നമ്മുടെ രാജ്യത്ത് വന്ന ഒരു പടക്കപ്പൽ മടങ്ങിപ്പോകും വഴിക്കാണ് അമേരിക്ക അടിച്ചിട്ടത്. സ്വാഭാവികമായും ഇന്ത്യക്ക് അതിൻ്റെ ഒരു ഇന്റർനാഷണൽ അതിർത്തിയിൽ വെച്ച് ഇന്റർനാഷണൽ സീൽ വെച്ചാണ് അത് ഇട്ടെങ്കിൽ പോലും ഇന്ത്യയിൽ വന്ന് മടങ്ങിയതാണ്. അതിൻ്റെയൊക്കെ ഒരു എതിർപ്പ് ഇന്ത്യ അത് ഓരോ തരത്തിലും ഓരോ ഘട്ടത്തിലും ഭരണാധികാരികളാണ് തീരുമാനിക്കുന്നത് എങ്ങനെ പ്രകടിപ്പിക്കണം. നമുക്ക് വേഗത്തിൽ ചില കമന്റുകൾ കൂടി വായിക്കാം. റഷ്യയിൽ 95 ബാരൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നു. PB ഇടപെടും, ട്രംപ് അമേരിക്ക വിടേണ്ടി വരുമെന്നൊക്കെ സ്വർണ്ണലത പറയുന്നു. ശ്രീമതി സ്വർണ്ണലത, ഒരു രാജ്യത്ത് ലോകത്തെവിടെയും അനീതി കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് മാനവിക ബോധമുള്ള മനുഷ്യരുടെ സ്വഭാവമാണ്. അപ്പോൾ അതിനെ നമ്മളിവിടെ നിന്നിട്ട് ട്രംപിൻ്റെ അനീതിക്കെതിരെ പ്രതികരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എൻ്റെ സംസാരം കേട്ടുകൊണ്ട് നാളെ ട്രംപ് അനീതി നിർത്തുമെന്നല്ല. പക്ഷേ ആ പ്രതികരിക്കാനുള്ള ആർജവം നിങ്ങൾക്ക് ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. അതില്ലാതെ ആയിപ്പോകുന്നവർക്ക് ആ മനോഭാവം ഉണ്ടാവില്ല. അത് ഇങ്ങനെ തമാശയായി അവർക്ക് തോന്നുകയും ചെയ്യും. ക്യൂബ കഴിഞ്ഞ് ചൈനയിലോട്ടാകും ട്രംപിന്റെ നോട്ടമെന്ന് ജിത്തു പറയുന്നു. കേരളത്തിൽ ഇടതും വലതും ചേർന്ന് യുദ്ധം മുതലെടുക്കുന്നു. ഇറാനേക്കാൾ സൗഹൃദം ഇന്ത്യക്ക് ഇസ്രായേലിനോടുണ്ട്. അത് മറച്ചുവെച്ചാണ് ഇപ്പോൾ ഓരോ പ്രസ്താവന നടത്തുന്നതെന്ന് കുറ്റിത്താൻ ടെമ്പിൾ പറയുന്നു. യുദ്ധം നീണ്ടുപോകാതെ ലോകത്ത് ശാന്തി സമാധാനം ഉണ്ടാകട്ടെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് രഘുനന്ദനൻ തിരുവില്ലാമരം പറയുന്നു. ട്രംപ് ക്യൂബ പിടിക്കുന്നതിന് എൻ്റെ പൂർണ്ണ സപ്പോർട്ട്. കാരണം അവിടെ മദ്യവും മയക്കുമരുന്നും കൊണ്ട് ചെറിയ രാജ്യം വിഴുങ്ങി. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ക്യൂബ പിടിക്കുന്നതാണെന്നുള്ളത്. എന്തായാലും അഭിജിത്ത് കൊള്ളാം. അഭിജിത്ത് അപ്പോൾ മുരളീധരൻ നായർ വീണ്ടും പറയുന്നു, ഡേവിഡ് ജെ പറഞ്ഞപ്പോൾ കിരണിന് മ്യൂട്ട്, ഞാൻ പറയുന്നു ശുദ്ധ മണ്ടത്തരം. മുരളീധരൻ നായർ പറഞ്ഞത് ക്യൂബയാണ് തൻ്റെ അടുത്ത ലക്ഷ്യമെന്നുള്ള വാർത്ത ഒരു ഇന്റർനാഷണൽ ഏജൻസിയിലും പുള്ളി കണ്ടില്ല എന്നാണ് പറഞ്ഞു. ഒരു പൊതു സ്ഥലത്ത് വന്ന് അങ്ങനെ ഒരു പ്രതികരണം നടത്തുമ്പോൾ തെറ്റായ പ്രതികരണം നടത്തരുത്. മുരളീധരൻ നായർ ഇങ്ങനെ തെറ്റായ പ്രതികരണം നിരന്തരം നടത്തുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് പേര് പറഞ്ഞു തന്നെ പറയുന്നത്. അമേരിക്കയോട് ഇഷ്ടമില്ലാത്ത ഒരു രാജ്യവും ലോകത്തിൽ വേണ്ട എന്ന് അമേരിക്ക മാത്രമല്ല അമേരിക്കയുടെ മൂടുതാങ്ങികളും കരുതുന്നതെന്ന് കൃഷ്ണൻകുട്ടിയൊക്കെ പറയുന്നു. ഇന്ത്യക്കെതിരെ നീങ്ങിയാൽ പ്രദീപ് അവിടെ തങ്ങും, മറ്റുള്ളവർ എന്ത് ചെയ്യുമെന്ന് ഷിബു ഭാസ്കരൻ ചോദിക്കുന്നു. ക്യൂബയോട് കാണിക്കുന്ന വെല്ലുവിളി അമേരിക്ക റഷ്യയോടോ ചൈനയോടോ ആണെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് ഷമീർ ഷാഹുൽ പറയുന്നു. രാജു മോനാട് പറയുന്നു, ഇറാനും അവരുടെ കൂട്ടരും ഇസ്രായേലിനെ മനുഷ്യരായി കണക്കാക്കുന്നില്ല. അതുമാത്രമല്ല ഒക്ടോബർ 7 ഇസ്രായേലിനെ മറക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. സുനിൽകുമാർ പറയുന്നു, ഈ ചാനലുകാർ ഉൾപ്പെടെയുള്ളവർക്ക് വിശ്വാസം അമേരിക്ക പറയുന്നതാണ്, നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നതല്ല. ഇത് കേരളമല്ലേ, ചില അജണ്ടകൾ നടക്കട്ടെ എന്ന് സുനിൽകുമാർ പറയുന്നു. ഇവിടെ ആരെങ്കിലും യുദ്ധം നിർത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് എന്നെ വിശ്വാസിൽ എന്തായാലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഒരു ഘട്ടത്തിലും. ഇങ്ങനെ അദ്ദേഹം ആവർത്തിച്ച് ബഡായി അടിക്കുന്നു എന്ന മട്ടിൽ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് എതിർക്കാൻ വേണ്ടി വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. എന്തായാലും നമുക്ക് ചില കമന്റുകൾ കൂടിയുണ്ട്. നമുക്ക് വളരെ വേഗത്തിൽ മടങ്ങി വരാം, ഒരു ചെറിയ ഇടവേള. ശ്രീ രാജനാണ് പയ്യോളിയിൽ നിന്നും. ശ്രീ രാജൻ, ലോകമൊരു യുദ്ധത്തിൻ്റെ ഭീഷണിയിൽ നിൽക്കുകയാണ്. ഇറാനിൽ ഇപ്പോഴും സംഘർഷം തുടരുകയാണ്. അതിനിടയിലാണ് ട്രംപ് പറയുന്നത് ഇതൊന്ന് തീർന്നോട്ടെ, ഞാൻ ഇനി ക്യൂബയിലേക്ക് പോവുകയാണ്, അവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
സാർ ട്രംപിന് മാനസിക വിഭ്രാന്തിയാണ് സാർ. അതിനെപ്പറ്റി ട്രംപ് ഓരോ പ്രാവശ്യം പറയുന്നതിലും വെറും മാനസിക വിഭ്രാന്തി പിടിച്ച ആൾ പറയുന്ന മാതിരി വന്നപാട് പറഞ്ഞ് ഞാൻ നോബൽ സമ്മാനത്തിനാണ് രാജ്യത്ത് ലോകത്ത് യുദ്ധം ഇന്നുമില്ലാണ്ട് ഞാൻ നോക്കും എന്നെല്ലാം പറഞ്ഞ് വന്ന് ഇദ്ദേഹം എന്തൊരു ഭ്രാന്തം കളിയാ കളിക്കുന്നത്. ഒന്ന് പോട്ടെ, ഇനിയിപ്പോ അമേരിക്കയും പിന്നെ ഇസ്രയേലും ഇറാനും യുദ്ധം കൂടുമ്പോ ഈ 3 രാഷ്ട്രങ്ങളായിട്ടും നല്ല ബന്ധം പുലർത്തുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ, അല്ലേ? അതെ. അപ്പൊ ഈ 3 രാഷ്ട്രങ്ങൾക്കും ഇന്ത്യക്ക് ഒരു മധ്യസ്ഥ സ്ഥാനം വഹിക്കാനുള്ള ഒരു അർഹതയുണ്ട് എന്നാണ് എന്റെ ധാരണയിൽ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമാണല്ലോ. അമേരിക്ക പറയുന്നത് ഞാൻ പറഞ്ഞിട്ടാ പിന്നെ മോദി യുദ്ധം നിർത്തി. അതേ മോദി അമേരിക്കനോട് പറയാനുള്ള അധികാരം മോദിക്കില്ലേ? മോദി പറയണ്ടല്ലേ? പറയണ്ടേ? ഓരോ കാലത്തും രാജ്യമാണ് തീരുമാനിക്കേണ്ടത്. മുൻകാലങ്ങളിലൊക്കെ ഇന്ത്യ അങ്ങനെ ചേരിചേരാ നയം മുതൽ സ്വീകരിക്കുകയും ആ കാര്യത്തിലൊക്കെ ഇന്ത്യ അത്തരം ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കൊക്കെ പലപ്പോഴും വിശ്വാസമുള്ള രാജ്യമാണ് ഇപ്പോഴും ഇന്ത്യ. അങ്ങനെ ഇടപെടൽ ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ലോകത്തുണ്ട് ഇപ്പോഴും. ഇന്ത്യ ഇതിലൊരു ഇടപെടൽ നടത്തണമെന്ന് അടിസ്ഥാനത്തിൽ ഈ ഇന്ത്യനോടുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് ഇടപെട്ട് ഇത് തീർക്കാനുള്ള ഒരു മിടുക്ക് ഇന്ത്യ കാണിക്കണം. ഇന്ത്യ എന്ന് വെച്ചാൽ 3 രാഷ്ട്രങ്ങളിൽ വലുതായി വരുന്ന ഒരു രാഷ്ട്രമല്ല ഇന്ത്യ, അല്ലേ? അതെ. അപ്പൊ ഈ ഇന്ത്യക്ക് ഇന്ത്യക്ക് ഇടപെടാനുള്ള സൗകര്യക്കേട് എന്തെങ്കിലും ഇതിൽ കാണുന്നുണ്ടോ സാറ്? അല്ല, അത് അക്കാര്യത്തിൽ നമുക്ക് തീരുമാനം പറയാൻ കഴിയില്ല ശ്രീരാജൻ. നയതന്ത്രപരമായി അങ്ങനെ ഒരു അഭിപ്രായം ലോകത്ത് പല പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കിടയിലുമുണ്ട്. ഇന്ത്യക്കകത്ത് തന്നെ അത്തരം ഒരു അഭിപ്രായം ശക്തമാണ്. പക്ഷേ ഇന്ത്യ ഇടപെടാൻ കഴിയാത്തതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം രാജ്യത്തിന്റെ നയതന്ത്രം എന്ന് പറയുന്നത് ഭരണാധികാരികളൊക്കെ അല്ല, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ അഭിപ്രായമുണ്ട്. അപ്പൊ ഇന്ത്യക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നെങ്കിൽ ഇന്ത്യ റഷ്യയുമായിട്ട് പിന്നെ ഒന്ന് ബന്ധപ്പെടാനുള്ള അത് ഉണ്ടാക്കണ്ടേ? ഇന്ത്യയും റഷ്യയും കൂടി പറഞ്ഞാൽ അമേരിക്കയും ഇസ്രയേലും കേൾക്കൂലേ? ഇറാനും കേൾക്കും. അപ്പൊ ഒരു യുദ്ധത്തിലുള്ള ഇത് ഇവർ തന്നെ ഉണ്ടാക്കി വെക്കുക. ലോക രാഷ്ട്രങ്ങളെല്ലാം നരകിച്ച് ദരിദ്രത്തിൽ ഉണ്ടാക്കണം എന്നുള്ള ഒരു ട്രംപിന്റെ ആഗ്രഹത്തിന് കൂട്ടു നിൽക്കല്ലേ? ഇത് ഉണ്ടാകുമ്പോൾ ലോക രാഷ്ട്രങ്ങൾക്കെല്ലാം വിഷമമല്ലോ സാറേ? വിഷമമുണ്ടോ ഇല്ലേ? ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് അതിനുള്ള ഒരു വകുപ്പ് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിൽ ട്രംപ് മഹാഭ്രാന്തനാണ്. ആ ഭ്രാന്തനെ അടിച്ചു കൊല്ലുകയാണ്. ശരി, ഓക്കെ ശ്രീരാജൻ. നമ്മള് ഒരു ഇതിൽ അലങ്കാരത്തിന് പറയുന്നതാണ് അങ്ങനെയൊക്കെ, അല്ലാതെ ഒരു വ്യക്തിയെ വ്യക്തിയെ അദ്ദേഹം ഭ്രാന്തനും ഒന്നുമല്ല. പക്ഷെ ഒരു അലങ്കാരത്തിന് അദ്ദേഹത്തിന്റെ പ്രവൃത്തി കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത് കൊണ്ട് ആളുകൾ പ്രതികരിക്കുന്നാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്ന്. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ ക്യൂബ അമേരിക്ക ഉപരോധത്തിനും അവർ തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിനുമൊക്കെ എത്രയോ കാലത്തെ 7 പതിറ്റാണ്ട് കാലത്തെ 67 വർഷത്തെ ചരിത്രമുള്ളതാണ്. ഇപ്പോൾ വീണ്ടും ഞാൻ ക്യൂബയിൽ ഭരണമാറ്റം വരുത്താൻ പോകുന്നുവെന്ന് പറയുകയാണ് ട്രംപ്. നമസ്കാരം. നമ്മളിപ്പോ എവിടുന്നാണ് റേഷൻ മേടിക്കേണ്ടതെന്ന് മറ്റൊരാൾ തീരുമാനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഏതാണ്ട് അതേ അവസ്ഥയിലല്ലേ നമ്മളിപ്പം എത്ര ദിവസത്തേക്കാണ് ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് വാങ്ങേണ്ടതെന്നുള്ള ഉത്തരവൊക്കെ വാങ്ങി കഷത്തി വെച്ചിട്ട് നമ്മുടെ രാഷ്ട്രം ഭരിക്കുന്നവർ മിണ്ടാതിരിക്കാന്ന് വെച്ചാല് ഓരോ ഇന്ത്യക്കാരനും, എനിക്കും താങ്കൾക്ക് ഉൾപ്പെടെയുള്ള ഓരോ ഇന്ത്യക്കാരനും അത് നാണക്കേടല്ലേ? നമുക്ക് ആത്മാഭിമാന ബോധം വേണ്ടേ? ഓരോ ഇന്ത്യക്കാരനും ആത്മാഭിമാന ബോധം വേണ്ടേ? നമ്മൾ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് ഓടിച്ചതിന് ശേഷം നമ്മൾ സ്വയം പര്യാപ്തതയുള്ള അല്ലെങ്കിൽ സ്വയം ഭരണമുള്ള ഒരു പരമാധികാര റിപ്പബ്ലിക്കായ രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയെ ഒരാൾ ഇങ്ങനെ റിമോട്ട് കൺട്രോളിൽ നയിക്കുക എന്ന് വെച്ചാല് ഈ 140 കോടി ജനങ്ങൾ എങ്ങനെ സഹിക്കും? അതിന്റെ ഉത്തരവല്ലേ ആദ്യം കിട്ടേണ്ടത്, പിന്നല്ലേ ക്യൂബയുടെ കാര്യം. ഇപ്പോ ട്രംപ് കാണിക്കുന്നതിനെല്ലാം മിണ്ടാതെ ഇരിക്കുന്നത് ഈ മോദിയുടെ അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്നവരുടെ എന്തോ കാര്യമായ സംഗതി ട്രംപിന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് വെച്ച് ഇവരെയൊക്കെ എന്തൊക്കെ വേണമെങ്കിലും ചെയ്യാവുന്ന അവസ്ഥ ഇന്ത്യയിലെ ഭരണാധികാരിയുടെ കയ്യിലുള്ള എന്തോ അവരുടെ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നോക്കൂ, ഖൊമേനിയുടെ മരണം, ആ മരിച്ച് അയാളുടെ സഞ്ചയനവും അടിയന്തരവും എല്ലാം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ പിന്നെ അനുശോചനം രേഖപ്പെടുത്തിയത്? നാണക്കേടല്ലേ അത്? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സംസ്കാരം കഴിഞ്ഞിട്ടില്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാല് ആ ദിവസം അതിന്റെ പിറ്റേ ദിവസമല്ലേ പറയുക? അതിനെ പറ്റിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണോ പറയുക? അങ്ങനെ എന്തുകൊണ്ടാ പറയേണ്ടി വന്നത്? നമുക്ക് ഇവിടെ വന്നിട്ടൊരു കപ്പൽ തിരിച്ചുപോയ വഴിക്ക് അതിനെ ആക്രമിക്കപ്പെട്ടു. അതിന് ഇന്ത്യക്ക് കൈയുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ആരോപണം വരാനുള്ള സാധ്യതയെ പറ്റി കണക്കാക്കിയപ്പോൾ ആയിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ പോയി അനുശോചനം രേഖപ്പെടുത്താൻ തോന്നിയത്. അതുപോലെയാണ് ഈ വിഷയങ്ങളെല്ലാം. ഇന്ത്യക്ക് മൊത്തം നാണക്കേടാ.
ഈ പറഞ്ഞ പോലെ പണ്ട് കൃഷ്ണൻകുട്ടി, എന്തായാലും ഇന്ത്യ ഇറാന്റെ ഒരു കപ്പൽ അടിച്ചിടാൻ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ നിലപാട് സ്വീകരിക്കുകയോ ചെയ്യില്ല. കാരണം ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു സംശയത്തിന്റെ കാര്യം പോലും ഇല്ല. ഇന്ത്യയും ഇറാനുമായി താങ്കൾ പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ ഒരു സംശയത്തിന്റെ ഒരു ഇടപോലും നൽകേണ്ടതില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ അതിനെ ശക്തമായി അപലപിക്കേണ്ടിയിരുന്നില്ല. അതുകൊണ്ടായില്ലല്ലോ. ഇത് ലോകത്തിൽ ആദ്യമായിട്ടല്ലേ കടലിൽ പോകുന്ന ഒരു കപ്പലിനെ ആക്രമിക്കുക എന്നുള്ളത്. രാജ്യത്തിന്റെ അതിർത്തി കിടക്കുന്ന കപ്പലിനെ ആക്രമിക്കാം യുദ്ധത്തിന്റെ പേരിൽ. പക്ഷെ ഇത് അങ്ങനെയാണോ? നമ്മുടെ കപ്പലുകളൊക്കെ, ഇന്ത്യയുടെ കപ്പലുകൾ ലോകം മുഴുവൻ പോകുന്നില്ലേ? ഇങ്ങനെ ആക്രമിക്കപ്പെട്ടാൽ എങ്ങനെയാ? അതിനെ അപലപിക്കേണ്ട കാര്യമില്ലേ? നിരപരാധികളായ കപ്പൽ ജീവനക്കാരെ കൊന്നില്ലേ? എന്ത് ന്യായമാണ് അതിനകത്ത് പറയാനുള്ളത്? പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ കണ്ട് പോകുമ്പിട്ടു മിണ്ടിയോ? നമ്മള് മിണ്ടിയില്ല. നമ്മുടെ സ്വഭാവം കൃഷ്ണൻകുട്ടിയുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അനഘയാണ് മാവേലിക്കരയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അനഘ, താങ്കൾ എങ്ങനെയാണ് അമേരിക്കയുടെ അടുത്ത ഭീഷണിയെ കാണുന്നത്? ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. അമേരിക്ക എപ്പോഴും ഇപ്പൊ വെനിസുല, അപ്പം അവർക്ക് ഓരോ സോൺ ഉണ്ട് അവർക്ക്. അപ്പം അവർക്ക് പണ്ട് തൊട്ടൊരു ഡോമിനേറ്റിംഗ് നേച്ചർ ഉള്ള കാര്യം തന്നെയാണല്ലോ. അപ്പം ഈ ഒരു ഓരോ സോൺ, അപ്പം നാളെ ഈ രാജ്യം ഇപ്പം അമേരിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം ഡെവലപ്ഡ് കൺട്രി, അതുപോലെ അമേരിക്കയ്ക്കും പൊതുവായ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ചൈന, റഷ്യ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ നാളെ ഒരു പ്രതിസന്ധി വന്ന് ഈ രാജ്യം മറ്റൊരാളുടെ അടുത്ത് പോകരുത്, അങ്ങനെയൊക്കെയുള്ള ഒരു ഔട്ട്ലുക്ക് അവർക്ക് കാണും. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, പിന്നെ എപ്പോഴും വെസ്റ്റേൺ മീഡിയ, ഇപ്പം കുറെ ആൾക്കാർ പറയുന്നത് കേട്ടു വെസ്റ്റേൺ മീഡിയയിൽ അങ്ങനെ എഴുതി കാണിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വെസ്റ്റേൺ മീഡിയ എപ്പോഴും ഒരു ഇന്ത്യ വിരുദ്ധ ആന്റി ഇന്ത്യൻ ഒരു നെറേറ്റീവ് എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമ്മൾ വെസ്റ്റേൺ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ റീഫ്രെയിം ചെയ്തിട്ട് തന്നെയാണ് അവർ ന്യൂസ് ഇറക്കുന്നത്. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ വിചാരിക്കുക. ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്തും ഇന്ത്യയിൽ എന്തൊക്കെയോ നടക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു അവർ അത് പ്രസന്റ് ചെയ്തത്. ശ്രീ അനഘ, നമ്മള് നേരത്തെ ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസിയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടില്ല എന്ന് ഒരു പ്രേക്ഷകൻ ചൂണ്ടിക്കാണിച്ചു. ഒരു ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരം വാർത്തകൾ പറയുന്നത് ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസിയിലാണല്ലോ. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് എന്തായാലും റോയിറ്റേഴ്സ് വളച്ച് എഴുതില്ല എന്നതും CNN വളച്ചെഴുതില്ല എന്നുള്ളതും നമുക്ക് വിശ്വസിക്കാമല്ലോ. മറ്റ് വേറെ ആരുടെയും എടുക്കണ്ട. ഇവർ രണ്ടുപേരും എന്തായാലും അത് വളച്ചെഴുതില്ലല്ലോ. ഞാൻ പൊതുവായിട്ടുള്ള കാര്യം പറഞ്ഞത് നമ്മൾ വെസ്റ്റേൺ മീഡിയക്ക് ഇപ്പോഴും എല്ലാ കാലത്തും ഉണ്ട്. ഈ രാജ്യങ്ങൾക്കെല്ലാം ഇന്ത്യയോട്, അമേരിക്കക്കടക്കം ഈ ഇന്ത്യയോട് കടുത്ത രീതിയിലുള്ള ഒരു പുച്ഛമൊക്കെ പല ഘട്ടത്തിലും ഉള്ളതാണ്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു ഒരു ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വെസ്റ്റേൺ മീഡിയ മൊത്തത്തിൽ നമുക്ക് അവർ പറയുന്ന ശരിയെന്ന് പറയാൻ പറ്റില്ല. കാരണം എപ്പോഴും ഞാനത് മുമ്പ് അത് പറഞ്ഞു, റീസെന്റ് ആണെങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോഴും എല്ലാം ഇന്ത്യയാണ് താഴ്ന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലാണ് എന്തൊക്കെ നടക്കുന്നത്. വാക്കുകൾ വ്യക്തമാണ്. ശ്രീ മോഹനാണ് കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മോഹൻ എന്ത് തോന്നുന്നു? ഈ ട്രംപിനെ നിയന്ത്രിക്കാൻ ലോകത്ത് ഈ ഐക്യരാഷ്ട്രസഭയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇടപെടേണ്ടതല്ലേ? അത് ഇടപെടുന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ വീണ്ടും ഇതുപോലെ വരുന്നത്. 140 കോടി ജനങ്ങളിലെ ഇന്ത്യ ഡിക്റ്റേറ്റ് ചെയ്യുകയെന്ന് നിങ്ങൾ അവിടെ പോയിട്ട് 30 ദിവസത്തേക്ക് റേഷൻ പിടി എണ്ണ വാങ്ങിക്കൊണ്ട് പറയുന്ന പോലെയുള്ള അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. വെനിസുലിനെ പിടിച്ചു വെച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവരുടെ പ്രസിഡന്റിനെ തടവിലാക്കിയിരിക്കുകയാണ്. പിന്നെ ഗ്രീൻലാൻഡ് ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിനൊന്നും ഇതുവരെ യുണൈറ്റഡ് നേഷനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒന്നും കൃത്യമായിട്ടുള്ള ഇതൊന്നും എടുത്തിട്ടില്ല, സ്റ്റാൻഡൊന്നും എടുത്തിട്ടില്ല. ഇന്ത്യ ആണെങ്കിൽ ഇതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ പോയി തിരിച്ചു വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവിടുന്ന് ആക്രമണം നടത്തുന്നത്. എന്താണ് അതെന്നെല്ലാം മനസ്സിലാക്കേണ്ടത് നമ്മൾ. അമേരിക്ക ഏകാധിപത്യമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ക്യൂബനെ നാളെ പിടിച്ചോകിടാന്നൊന്നുമില്ല. കാരണം താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ മോഹൻ. ശ്രീ അജോയ് ആണ്. അജോയ്, താങ്കൾ എങ്ങനെയാണ് ഈ പുതിയ ലോകക്രമത്തിൽ അമേരിക്കയുടെ ഈ ഭീഷണിയെ കാണുന്നത്? അല്ല, ഞാൻ അത് പറയുന്നതിന് മുമ്പ് ആദ്യം ഒരു കാര്യം പറയാം. ഈ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഈ ട്രംപ് ഇത്തരം വെളിപ്പെടുത്തലുകൾ ഏറ്റവും കൂടുതൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പുതിയ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ടെന്ന് ഇന്ത്യ കിരാന ഹിൽസിൽ കയറി അടിച്ചു, അവിടെ അമേരിക്കൻ ആളുകളാണ് അതിനകത്ത് ഉണ്ടായിരുന്നതെന്നൊക്കെ. അപ്പൊ അതിനുശേഷം ട്രംപ് ഇത്തരം പ്രസ്താവനകൾ കൂടുതൽ നടത്തുന്നത്. ഞാനാണ് ഈ യുദ്ധം നിർത്തിവെച്ചിരുന്നത്. അതൊരു ഏകദേശം ഒരു 6 തവണ 7 തവണ 8 തവണ അല്ല, അത് ഇപ്പോ പിന്നെ അതിനുശേഷം നമ്മുടെ തീരുവകൾ പിന്നെ കൂട്ടി വരുന്ന സമയത്ത് പോലും നമ്മൾ മോദി അനങ്ങിയില്ല, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം അനങ്ങിയില്ല. ഒടുവിൽ യൂറോപ്യൻ യൂണിയനായിട്ട് കരാർ ഒപ്പിട്ട് ഈ ജനുവരി 26-ന് ശേഷം ട്രംപിന് മനസ്സിലായി ഒരിക്കലും ട്രംപിന്റെ കയ്യിൽ നിൽക്കില്ലെന്ന്. അപ്പൊ ട്രംപ് തന്നെ സ്വയം തീരുവ കുറച്ച് വന്നിട്ട് പറഞ്ഞു അവർ റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നില്ലെന്ന്.
അപ്പോഴും നമ്മൾ മിണ്ടിയില്ല. ഇപ്പൊ പറയുന്നു അവർക്ക് വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് അവര് സ്വയം പരിഹാസനായിക്കൊണ്ടിരിക്കുകയാണ്, സ്വയം അടിച്ചിറക്കാണ് ഇന്ത്യയെ ഞങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അഭിപ്രായം വളരെ വ്യക്തമാണ്. അവർ അങ്ങനെ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് പൊതുവായി ഉണ്ടായ അഭിപ്രായം, ഏറ്റവും കൂടുതൽ പേർ പറഞ്ഞ അഭിപ്രായം പറഞ്ഞാൽ അത് ട്രംപ് ഭ്രാന്തനാണ് എന്നുള്ള തരത്തിലാണ്. അത് ട്രംപ് വ്യക്തിപരമായ അദ്ദേഹത്തിന് ഭ്രാന്തുണ്ട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാചകങ്ങളൊക്കെ ഒരു സാമാന്യ ബോധമുള്ള ആൾ പറയുന്നത് പോലെയല്ല, ഒരു ഭ്രാന്തൻ പറയുന്നത് പോലെയാണ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാവും ആളുകൾ പറഞ്ഞത്. പലപ്പോഴും അങ്ങനെ ലോകത്ത് പല ഘട്ടത്തിലും വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ലോക സമാധാനത്തിന് മുന്നിൽ ഭീഷണിയായി വീണ്ടും ട്രംപ് ഇനി ഇറാനെ നശിപ്പിക്കും, ഞങ്ങൾ അതിന് കഴിഞ്ഞാൽ ക്യൂബയിലേക്ക് കടന്നു കയറും, ഞങ്ങളിങ്ങനെ യുദ്ധം നടത്തിക്കൊണ്ടേയിരിക്കുമെന്നുള്ള ഭീഷണി ഉയർത്തിയാണ്. ഇതിനെതിരായ ശബ്ദമാണ് കൂടുതൽ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും യുദ്ധത്തിനെതിരായി കൂടുതൽ ആളുകൾ പ്രതികരിക്കുന്നു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന ഘടകം തന്നെയാണ്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയമായി.